യെസ്, ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ജസ്റ്റ് എ മൊമെന്റ്. ഇവിടെ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസ യാത്ര അവരെ രസകരമാക്കി അവർക്ക് ഏറ്റവും ഉതകുന്ന രീതിയിൽ ജീവിത വിജയം ഉണ്ടാക്കത്തക്ക തരത്തിൽ അവരെ വളർത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾക്ക് നൽകുക. അതുപോലെ തന്നെ പ്രചോദന സാങ്കേതികകൾ രക്ഷിതാക്കളെ അറിയിക്കുക. അതുപോലെ കേരള സിലബസ്, അതുപോലെ CBSE പരീക്ഷാ ഫോർമാറ്റുകൾ തമ്മിൽ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക എന്നൊക്കെയാണ് ഇന്നത്തെ പരിപാടി. എനിക്ക് തോന്നുന്നു ആരോ അനോട്ടേഷൻ ഓണാക്കിയത് കൊണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ വര വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. താങ്ക് യു. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും നിങ്ങളെ ചില കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ജീവിതം എന്ന് പറയുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വേണം നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തുടങ്ങാൻ. കാരണം ജീവിതം അത്ര നിസ്സാരമൊന്നുമല്ല. നമ്മളെല്ലാവരും അധികാലമൊന്നും ഇവിടെ ജീവിക്കാനും പോകുന്നില്ല. ഈ ജീവിക്കുന്ന ഈ കാലയളവിനെ ഏറ്റവും മനോഹരമായ ഒരു ധന്യാനുഭവമാക്കി മാറ്റാനുള്ള പരിശീലനങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും. ആ പരിശീലനങ്ങളെ ഏറ്റവും ധന്യമായ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഭാഗമാണ് നമ്മൾ അച്ഛനാവുന്നു, അമ്മയാവുന്നു, മക്കളാവുന്നു, അതുപോലെ തന്നെ അമ്മൂമ്മയും മുത്തശ്ശിയും മുത്തശ്ശനുമാവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ആ കാര്യങ്ങൾ ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? യെസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ മരണം എന്ന് പറയുന്ന പോയിന്റിലേക്ക്, ജനനം എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് തുടങ്ങി മരണം എന്ന പോയിന്റിലേക്ക് എത്തുന്നതിനിടയിലുള്ള നമ്മൾ വഹിക്കുന്ന വ്യത്യസ്തങ്ങളായ റോളുകളാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തെ അതാത് കാലങ്ങളിൽ ധന്യമാക്കുന്നത്. ഇപ്പോൾ നമ്മൾ അധികം പേരും വഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോള് മറ്റൊന്നുമല്ല, നമ്മൾ രക്ഷിതാക്കളാണ്. അതും രക്ഷിതാക്കൾ മാത്രമല്ല, കൗമാരപ്രായക്കാരായ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ഏത് രീതിയിൽ അവരുമായി സഹവസിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഇവർ കടന്നു വന്ന ജീവിതഘട്ടങ്ങളെയും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതഘട്ടങ്ങളെയും ഒന്ന് ഹ്രസ്വമായി പരിചയപ്പെടുത്തുന്നത് നമുക്കൊരു ആത്മവിചിന്തനം നടത്താൻ നല്ലതായിരിക്കും. കണ്ണാടി കാൺമോളവും തന്നിടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയോ വിരൂപന്മാർ എന്നാണ്. നമ്മളൊക്കെ തന്നെ വൈരൂപ്യം ഉള്ളത് തിരിച്ചറിയുന്നത് പലപ്പോഴും കണ്ണാടി കാണുമ്പോഴാണ്. ആ കണ്ണാടി കാണാൻ ചെറിയൊരു സഹായമാണ് ഞാനിപ്പോൾ ചെയ്യുക. അതിന് നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ കാര്യങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അടുത്ത സ്ലൈഡ് ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരത് ചെയ്യണം, അത് മനസ്സിലാക്കുക. എന്താണ് ഈ ഘട്ടങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇന്നലത്തെ ഗവേഷണ ഫലം കേട്ടില്ലേ നിങ്ങൾ? ആ ഗവേഷണ ഫലത്തിൽ പിന്നെ ഈ വയസ്സൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. യൗവനപ്രായമൊക്കെ തന്നെ മാറി, കൗമാരം മാറി, ബാല്യം മാറി, വാർദ്ധക്യം മാറി. ഇപ്പോൾ ജനനം മുതൽ 5 വയസ്സ് വരെയുള്ളൊരു പ്രായം, അതിനിർണായകമായ ഒരു പ്രായത്തിലൂടെ കടന്നു വന്ന കുട്ടികളാണ് നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ. അതുപോലെ തന്നെ 5 മുതൽ 13 വയസ്സ് വരെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ പോകും. ആ 5 മുതൽ 13 വയസ്സ് വരെയും കഴിഞ്ഞ് 13 മുതൽ 25 വരെയുള്ള അവരുടെ ജീവിത വ്യവഹാരത്തിൻ്റെ ഇടയിലാണ് അവരിങ്ങനെ ഇനി പരീക്ഷകളുടെ കാലമാണ് നമ്മുടെ കുട്ടികൾക്ക് വരാൻ പോകുന്നത്. ഈ പരീക്ഷകളുടെ കാലത്തെ സുസജ്ജമായി നേരിടാൻ നമ്മുടെ മക്കൾക്ക് ആവശ്യം എന്താണ്? നിങ്ങൾക്കറിയാമല്ലോ, സ്വാഭാവികമായും ഒരു തീപിടിച്ച സ്ഥലത്തേക്ക് ഞാനും നിങ്ങളും, സാധാരണക്കാരനായ ഞാനും നിങ്ങളും പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആധി ഒരു ഫയർ ഫൈറ്റർക്ക് ഉണ്ടാവില്ല. ഒരു ഫയർ ഫൈറ്റർ will go to a fire, outbreak of fire with all the equipments and tools required to prevent that fire. ഒരു അഗ്നിബാധയെ ശമിപ്പിക്കാൻ ആവശ്യമായ സാങ്കേതികത്വങ്ങൾ പഠിച്ച് പരിശീലിച്ച ഒരാൾ ഒരു അഗ്നിബാധയെ എങ്ങനെയാണോ ശമിപ്പിക്കാൻ സജ്ജമായിരിക്കുന്നത്, അതുപോലെ നമ്മുടെ കുട്ടികളെയും സജ്ജമാക്കുകയാണെങ്കിൽ അവർക്കും പരീക്ഷ പോലുള്ളൊരു അഗ്നി പിന്നെ ബാധയെ വളരെ അനായാസേന നിഷ്പ്രയാസം നേരിടാനുള്ള തൻ്റെ ഇടം നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന് നമ്മൾക്കൊന്നും അറിയേണ്ടതുണ്ട്. നമ്മൾ ഈ വളർന്നു വരുന്ന കാലത്ത് നമ്മുടെ കുട്ടികളെ എന്തൊക്കെയാണ് അതിന് കൊടുത്ത് സുസജ്ജമാക്കി കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ? നമ്മൾ അവർക്ക് ആത്മവിശ്വാസം കൊടുത്തിരുന്നോ? അവർക്ക് ധൈര്യം കൊടുത്തിരുന്നോ? അവർക്ക് അനാവശ്യമായ ഭീതിയും അതുപോലെ തന്നെ ആശങ്കകളും സമ്മർദ്ദങ്ങളും കൊടുത്തായിരുന്നോ വളർത്തിയിരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രസക്തമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെ 5 വയസ്സ് വരെയുള്ള പ്രായം ഒന്ന് രക്ഷിതാക്കൾ സ്വയം ആലോചിച്ച് നോക്കണം. ആ കുട്ടി ജനിച്ച ദിവസം, ആ ഹോസ്പിറ്റൽ, അന്ന് പിറന്നു വീണപ്പോഴുള്ള അവൻ്റെ മൂഡ്, ആ പ്രായത്തിൽ അവൻ കിട്ടിയതൊക്കെ തട്ടിമറിക്കുന്ന കുട്ടിയായിരുന്നു 5 വയസ്സ് വരെ. പിന്നീട് 5 മുതൽ 13 വയസ്സ് വരെ എങ്ങനെ നോട്ട് എഴുതണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ പല്ല് തേക്കണമെന്ന് ഉമ്മയും ബാപ്പയും അമ്മയും അച്ഛനും കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് പരിശീലിച്ച പ്രായമാണ്. നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെ പണ്ട് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അധ്യാപകനായിരുന്നു ഡ്രില്ലിൻ്റെ മാസ്റ്റർ. ഡ്രില്ലിൻ്റെ മാസ്റ്ററുടെ പ്രത്യേകം എന്താണ്? അറ്റൻഷൻ എന്ന് പറഞ്ഞ് അറ്റൻഷനായിട്ട് ഡ്രില്ലിൻ്റെ മാസ്റ്റർ നിന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, അറ്റൻഷൻ നിൽക്കാറുള്ളൂ. അതുപോലെ ഡ്രില്ലെന്ന് പറയുന്ന പ്രായത്തിൽ കുട്ടികൾ ചെയ്തു പഠിക്കേണ്ട
കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് രക്ഷിതാക്കളും അധ്യാപകരും അവരെ പഠിപ്പിച്ചെടുക്കുന്ന, ഡ്രില്ല് ചെയ്തെടുക്കുന്ന പ്രായമാണ് 5 മുതൽ 13 വരെ. ഈ 5 മുതൽ 13 വരെയുള്ള പ്രായത്തിൽ കുട്ടികൾ ശീലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ശീലങ്ങൾ അവർ വ്യക്തമായി ശീലിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ അവരിൽ നിന്ന് അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയാം. നമ്മളിപ്പോൾ കുട്ടികൾക്ക് പരീക്ഷയെ പേടി വരുന്നു, അല്ലെങ്കിൽ കൈയക്ഷരം നന്നാവുന്നില്ല, കണക്ക് പഠിക്കുന്നില്ല, സയൻസ് പഠിക്കുന്നില്ല എന്നുള്ള ഭീതിയൊക്കെ ഉണ്ടാകാനിടയുള്ള ഒരു പ്രധാനപ്പെട്ട കാലം 5 മുതൽ 13 വയസ്സ് വരെ ആയിരുന്നു. പക്ഷേ 13 മുതൽ 25 വയസ്സ് വരെ നമ്മൾ പറയുന്നൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. കാരണം എന്താണ്? അവർക്ക് അവരുടേതായ ഒരു ലോകമാണ്. 3M എന്ന് പറഞ്ഞാൽ എന്താ, വലിയ കമ്പനിയാണെന്നാണ് നമ്മുടെ വിചാരം. അല്ല, 3M എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തൊരു സുഹൃത്ത് ഇന്നലെ പറഞ്ഞത്, 3M എന്ന് പറഞ്ഞാൽ ഇസ്മയിൽ സാറേ പണ്ടത്തെ എം അല്ല, 1 മന്തി, 2 മജ്ബൂസ്, 3 മൊബൈൽ എന്നാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ഈ 3 എമ്മിൽ കിടന്ന് അങ്ങനെ ചുറ്റുകയാണെന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ അതിശയോക്തി ആവില്ല എന്ന് എന്നെപ്പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൗമാരം ഒരു ത്രില്ലിൻ്റെ പ്രായമാണ്. ത്രില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അഡ്രിനാലിൻ, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, ഡൊപ്പാമൈൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ തുടങ്ങിയ ഒരുപാട് ഹോർമോണുകൾ ശരീരത്തിൽ പ്രവർത്തിച്ച് കുട്ടികൾക്ക് എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് മാറണം, എങ്ങോട്ട് ചായണമെന്നറിയാത്ത വലിയ ഒരു വിപ്ലവത്തിൻ്റെ കാലമാണ്. അവരെ പെട്ടെന്ന് തന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല, അവരെ ആക്ഷേപിക്കാൻ പാടില്ല. അവരുടെ വികാര വിഹ്വലതകളെയും അവരുടെ വിചാര വിപ്ലവങ്ങളെയും അവരുടെ സാഹസികതകളെയും അംഗീകരിച്ചു കൊടുക്കലാണ് യുക്തിഭദ്രമായി കുട്ടികളെ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കുന്ന ഒരു രക്ഷിതാവ് ചെയ്യേണ്ടത്. പരീക്ഷ അടുക്കുന്നു എന്നുള്ളത്, പരീക്ഷ അടുത്താൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാൽ കുട്ടി അടുത്ത കോഴ്സിൽ പോകുമ്പോൾ വേവലാതിപ്പെടും എന്നുള്ളത് രക്ഷിതാവിൻ്റെ കൺസേൺ ആണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലിനി തൊഴി തിരിച്ചു വരില്ലിനി സ്വർലോക ഹർഷം തുളുമ്പിയ നാളുകൾ എന്ന് കവി പറഞ്ഞ പോലെ, സ്വർലോക ഹർഷം തുളുമ്പുന്ന കൗമാരത്തിൻ്റെ വന്യമായ സ്നേഹത്തിൻ്റെ, വിപ്ലവങ്ങളുടെ, കുസൃതികളുടെ, അതുപോലെ തന്നെ കുന്നായ്മകളുടെ, മൊബൈൽ ഫോണിൻ്റെ, അതുപോലെ സ്മാർട്ട് ഫോണിൻ്റെ, കളികളുടെ, ഗെയിമിങ്ങിൻ്റെ ഒക്കെ തന്നെ ഒരു കാലമാണ്. അവർക്കിപ്പോൾ ഉമ്മയെക്കാളും ബാപ്പയെക്കാളും ഒക്കെ തന്നെ ഏറ്റവും പ്രധാനം അവരുടെ കൂട്ടുകാരാണ്, അതുപോലെ തന്നെ അവരുടെ കുസൃതികളാണ്. എന്നാലോ ഉമ്മയും ബാപ്പയും ഇപ്പോഴേത് പ്രായത്തിലാണ്? 25ൻ്റെയും ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രായം ഞാൻ കുറച്ച് അങ്ങോട്ട് കൂട്ടിയിട്ടതാണ്, അത്രയൊന്നും കൂടണ്ട. ഈ പ്രായത്തിലേക്ക് പോകുമ്പോഴാണ്, ബില്ലിൻ്റെ പ്രായത്തിലാണ് അമ്മയും അച്ഛനും. കാരണം കുട്ടിക്ക് സ്കൂളിലെ ഫീസ് കൊടുക്കണം, പുസ്തകം വാങ്ങണം, പരീക്ഷയ്ക്ക് കൊടുക്കണം, പരീക്ഷാ ഫീസ് കൊടുക്കണം, വൈദ്യുതി വേണം, അതുപോലെ തന്നെ ഫോണിന് ബില്ല് വേണം, ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം. ബില്ലാണ് അച്ഛനും അമ്മയും ആലോചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറിഞ്ഞോ അറിയാതെയോ അച്ഛനും അമ്മയും ഈ പ്രായത്തിലെ കൗമാര കുട്ടികളോട് ആവർത്തിച്ച് പറയുന്ന കാര്യം, മോനെ നിന്റെ പഠനത്തിന് വേണ്ടി ഇത്ര പണം ഞാൻ ചിലവാക്കിയിട്ടുണ്ട്, നിന്റെ ട്യൂഷന് വേണ്ടി ഇത്ര ഞാൻ ചിലവാക്കിയിട്ടുണ്ട്, നിന്റെ ഷൂവിന് വേണ്ടിയിട്ട്, നിന്റെ എന്താ പറയുക മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട്. അപ്പോൾ ബില്ലിൻ്റെ കാര്യത്തിലുള്ള രക്ഷിതാക്കൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ കുട്ടികൾ ത്രില്ലിൻ്റെ പ്രായം കഴിഞ്ഞ് ബില്ലിൻ്റെ കാര്യത്തിലേക്ക് വരിക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. അതേസമയം ബില്ലിൻ്റെ പ്രായത്തിലുള്ള ബില്ലടച്ച് ക്ഷീണിച്ചു പോയ നമ്മൾ രോഗത്തിൻ്റെയും അതുപോലെ തന്നെ രോഗങ്ങൾ സ്വയം പോയി ശുശ്രൂഷിക്കുകയും മരുന്നുകൾ വാങ്ങുകയും ചെയ്ത് പിന്നീട് മരുന്ന് മാത്രം കഴിക്കുന്ന, ഗുളിക മാത്രം കഴിക്കുന്ന ഒരു പ്രായത്തിലേക്കും, പിന്നീട് നമ്മളിവിടെ ജീവിച്ചതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ബാക്കിയിരിപ്പുകൾ, തിരുശേഷിപ്പുകൾ നമ്മുടെ മക്കൾക്ക് വിട്ടുകൊടുത്ത് നമ്മളെല്ലാവരും ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും വിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും മറഞ്ഞുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ ശങ്കയെന്തു, പിന്നെ നമ്മളൊക്കെയും മരിക്കണം, നമ്മളൊക്കെ മരിച്ചു പോകും. ആ മരിച്ചു പോകുന്നതിനിടയിലുള്ള വ്യത്യസ്തമായ റോളുകൾ വഹിക്കുന്നവരാണ് നിങ്ങളും ഞാനും. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൻ്റെ വലിയ വട്ടത്തെ, സ്വാഭാവികമായ വട്ടത്തെ തിരിച്ചറിഞ്ഞ ഒരാൾക്കാണ് കുട്ടികളോട് കുറച്ചുകൂടി സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, സമാധാനത്തോടെ ഒക്കെ തന്നെ പെരുമാറാൻ കഴിയൂ. അതുകൊണ്ടാണ് ബില്ലിൻ്റെ കാലത്തിരിക്കുന്ന അമ്മയും അച്ഛനും സ്വാഭാവികമായും ത്രില്ലിൻ്റെ കാലത്തുള്ള കുട്ടികളുടെ കാര്യങ്ങൾ ഓർമ്മയിലിട്ട് അവരെ നല്ല രീതിയിൽ പരിഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അവർ കടലിലെത്തിയിട്ടും പുഴ പിന്നെയും കുന്നിൽ വിരിഞ്ഞ പൂക്കളും ശലഭങ്ങളും ഓർത്തു പോകുന്നതിൻ്റെ രഹസ്യമാണത്. നിങ്ങൾ ഒഴുകി കൽക്കൊത്തളങ്ങളിലൂടെ, വലിയ പാറക്കെട്ടുകളിലൂടെ ഒഴുകിയിട്ട് എവിടെ എത്തിയിട്ടുണ്ട്? കടലിലെത്തിയിട്ടുണ്ട് അമ്മയും ബാപ്പയും. പക്ഷേ കുഞ്ഞുങ്ങൾ ഒഴുകി വരുന്നേ ഉള്ളൂ. അവർ ചിത്രശലഭങ്ങളെ കാണും, അതുപോലെ തന്നെ കല്ലോലിനികൾ സംഗീതം ഉണ്ടാക്കും, ഒരസും തട്ടും മുട്ടും വഴിതെറ്റി ഒഴുകും. അത് അങ്ങനെ ഒരു പ്രായം എനിക്ക് ഉണ്ടായിരുന്നുള്ള ആത്മവിചിന്തനം നടത്തുന്ന ഒരാൾക്ക് കുട്ടികളെ പോറ്റാൻ എളുപ്പം കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇതിനെയൊക്കെ തന്നെ ഞാൻ ഒരു ചിത്രമാക്കി മാറ്റുകയാണ്. എന്താണ് ഈ ചിത്രമാക്കി മാറ്റുക എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇതൊരു ചിത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ജനിക്കുന്നത് തന്നെ സ്റ്റിക്കർ ഒട്ടിച്ചാണ്. ഇൻസ്റ്റഗ്രാം, മൊബൈല്, അതുപോലെ തന്നെ സ്നാപ്ഷോട്ട്, അതുപോലെ എക്സ്, പെർപ്ലക്സിറ്റി, ഇതൊക്കെ വെച്ച്. പിന്നെയോ ഈ പ്രായത്തിലാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും വലിയ വിപ്ലവങ്ങൾ വരുന്നത്. എന്താ വിപ്ലവം? ചൊടിപ്പ്, അതുപോലെ തന്നെ പിണക്കം,
അമ്മയ്ക്ക് എന്നെ കണ്ടുകൂടാ, അച്ഛനെ കണ്ടുകൂടാ എന്നുള്ള ഒരുപാട് വാശികളൊക്കെ തന്നെ നിങ്ങളുടെ കുട്ടികൾ ഇപ്പോഴുണ്ടെങ്കിൽ അതിന്റെ കാരണം 13 വയസ്സ് വരെയുള്ള പ്രായത്തിൽ അവർ അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, വിദ്യാർത്ഥികളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, മീഡിയകളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്ന അവരുടെ ആരെ സംസാരിക്കുന്നത് ബുദ്ധിമുട്ടാകുന്നുണ്ടോ ഞാൻ സംസാരിക്കുന്നത് കൊണ്ട്? അങ്ങനെയായിട്ട് ഞാൻ നിർത്തും. നിങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞാൻ തുടരും. കാരണം നമ്മൾ പരസ്പര ആദരവിലൂടെ നീങ്ങണത്. എടാ ശരി, ആ ഡ്രോയിങ്സ് ഒന്ന് ക്ലിയർ ചെയ്യണേ അവിടെ ഇരിക്കുന്ന ഹോസ്റ്റ് പ്ലീസ്. അപ്പോൾ ആ കാലം പിന്നെ 13 മുതൽ 25 വരെ ഉള്ളത് ത്രില്ലിൻ്റെ കാലമാണ്, അംഗീകരിച്ചു കൊടുക്കും. എന്നാൽ ആ പ്രായം കഴിഞ്ഞ് കുട്ടികൾ അധ്വാനിക്കേണ്ടി വരും, നല്ല പണം വേണം, ഇനിയുള്ള കാലത്ത് ജീവിക്കണമെങ്കിൽ നല്ല വരുമാനം വേണം, മാതൃകാപരമായ ജീവിതം നയിക്കാൻ ആവശ്യമായ തരത്തിലുള്ള വിദ്യാഭ്യാസം വേണം, ഒരുപാട് സ്ട്രെസ് അനുഭവിക്കാൻ പോവുകയാണ്, വിവാഹം വരാൻ പോവുകയാണ്, വീട് വെക്കൽ വരാൻ പോവുകയാണ്, ഇണയെ കാണാൻ പോവുകയാണ് കുട്ടികൾ. ഇണയുടെ അന്വേഷണത്തിൻ്റെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുക വധു എന്ത് ചെയ്യുന്നു, വരൻ എന്ത് ചെയ്യുന്നു, ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്, എത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നു. ഏതായാലും ശരി, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നെഞ്ഞുവേദന അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന് നമ്മൾ ആശുപത്രിയിലാകുന്നു, പിന്നെ ഗുളിക കുടിച്ച് മൂലയെ കിടക്കുന്നു, ഒടുവിൽ പൊതിഞ്ഞു കെട്ടിയിട്ട് നമ്മെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഇങ്ങനെയുള്ള ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മൾക്കൊന്ന് വിലയിരുത്തി നോക്കാം. നിങ്ങൾ ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ വിജയശ്രീലാളിതരായി മുന്നോട്ട് പോയിട്ടുണ്ടോ? നമ്മുടെ മക്കളെ വളർത്തുന്നിടത്ത് എത്രമാത്രമാണ് നമ്മുടെ സ്കോർ? ആരും സ്കോർ ഇടുന്നില്ല, നിങ്ങൾ സ്വയം സ്കോർ ഇടുക, എന്നിട്ട് നിങ്ങൾ എന്നെ കണക്കൂട്ടി വെക്കുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, കുട്ടികളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ആ അർത്ഥത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? തുറന്ന് സംസാരിക്കാറുണ്ടോ കുട്ടികളോട്? അതാണ് ചോദ്യം. ആ കാര്യത്തിൽ നിങ്ങൾ എത്രമാത്രം പിന്നെ സജീവമാണ്? ശരിയാണോ? ശരിയാണോ? നിങ്ങൾ തുറന്ന് സംസാരിക്കുകയും എൻ്റെ കുട്ടിയുടെ വികാരങ്ങളും ചിന്തകളും ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മാർക്ക് 5 ഇടുക. ഇല്ല സർ, എനിക്ക് നേരം കിട്ടാറില്ല എന്നാണെങ്കിൽ 1 ഇടുക. ഇടയ്ക്കൊക്കെ നോക്കും, വല്ലപ്പോഴും നോക്കുന്നതാണെങ്കിൽ അത് 3ഉം 4ഉം ആക്കി മാറ്റുക. അടുത്തെന്താണ്? എൻ്റെ കുട്ടിയെ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ സഹായിക്കാറുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. സ്വതന്ത്രമായി കുട്ടി വളരേണ്ടതാണ്. അമ്മയും അച്ഛനും ഉമ്മയും ബാപ്പയും എല്ലാ കാലത്തും നമ്മുടെ കുട്ടികളോടൊപ്പം ഉണ്ടാവില്ല. പരീക്ഷയ്ക്ക് പഠിക്കേണ്ട കാര്യത്തിൽ, അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങേണ്ട കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമെടുക്കാൻ, ഗോൾ സെറ്റ് ചെയ്യാൻ, അതിനുതകുന്ന തരത്തിൽ അവൻ സ്വയം വളരാൻ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, പഠനം മെച്ചപ്പെടുത്താൻ വൈകാരികമായ പിന്തുണ, സാമൂഹിക ബോധം, ഹോബികൾ എന്നിവയിൽ എൻ്റെ കുട്ടിക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? ഏതോ ഒരു മൈക്ക് ഓണാണ്, അതൊന്ന് മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. അപ്പൊ എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ആ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്ക് നിങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇടുക. നാലാമത്തെ ചോദ്യം, വളർച്ചാ പ്രക്രിയയുടെ ഭാഗമായി കുട്ടിയിലെ വൈരുദ്ധ്യങ്ങൾ. എന്തൊരു നല്ല മോനായിരുന്നു അവന് 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴൊക്കെ തന്നെ. 9ലും 10ലും ഒക്കെ എത്തിയപ്പോൾ ചെക്കൻ അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നു, ചെക്കൻ അങ്ങനെ ചാടിക്കടിക്കാൻ നോക്കുന്നു, ചെക്കൻ അമ്മയും വേണ്ട അച്ഛനും വേണ്ട, കുഞ്ഞനാകെ ഒരു നിലപാടില്ലാത്ത ചോദ്യം ചെയ്യലുകളും അതുപോലെ തന്നെ അനുസരണയില്ലായ്മയും കൂടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, വളർച്ചയുടെ ഘട്ടത്തിൽ ചിറകിനടിയിൽ വെച്ച് പൂറ്റിയെടുത്ത മക്കൾ അവരുടെ ചിറക് കുടഞ്ഞ് ആകാശത്തിൻ്റെ അങ്ങേ നീലിമയിലേക്ക് പറക്കാനുള്ള വെമ്പൽ കൊള്ളുമ്പോൾ എൻ്റെ മകൻ, എൻ്റെ മകൾ സ്വതന്ത്രമായ ജീവിതത്തിൻ്റെ വിഹായസിലേക്ക് പറന്നുയരാൻ ചിറകുകൾ വിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവുണ്ടാവുന്ന രക്ഷിതാക്കൾക്ക് അത്തരത്തിലുള്ള മക്കളോട് വളരെ സഹിഷ്ണുതയോടുകൂടി പെരുമാറാൻ കഴിയുമെന്നും, കുഞ്ഞേ ചെറുപ്പത്തിൽ ഇതിലപ്പുറം തോന്നും, എന്നോളമായാൽ അടങ്ങും എന്ന് പറഞ്ഞു കൊടുക്കാനും, കൊച്ചു കുഞ്ഞാണു നീ, നിന്റെ കണ്ണിൽ വിശ്വം മുഴുവൻ വെടുത്തു കാണും, വാസ്തവത്തിങ്കൽ കരിനിഴലും സ്വാർത്ഥാന്ധകാരവുമാണിതെല്ലാം എന്ന് പറഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ള വിദ്യാഭ്യാസം ഉമ്മയ്ക്കും അമ്മയ്ക്കും ബാപ്പയ്ക്കും ഒക്കെ തന്നെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ വൈരുദ്ധ്യം പറയും, അത് കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടത്തിൻ്റെ ഭാഗമായാണെന്ന് തിരിച്ചറിവുണ്ടാവണം. ഇനി രക്ഷിതാവ് നിലയിൽ ഇപ്പോൾ സംതൃപ്തനാണോ? സാറേ ഇങ്ങനെ പറഞ്ഞു പോയാൽ സംതൃപ്തനാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ 5 ഇടാം. ഈ എല്ലാത്തിലും 5 ഇട്ട ആൾക്കാർ ഈ ക്ലാസ്സിനെ തുടർന്ന് കേൾക്കണമെന്നില്ല. എല്ലാത്തിലും 1 ഇട്ട ആൾക്കാരും കേട്ടിട്ട് കാര്യം ഉണ്ടായാല ഉടൻ തന്നെ കൗൺസിലറെ സമീപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഐ എം സോറി ടു സേ ദാറ്റ്. ഇതിനിടയിലുള്ള 2, 3, 4 കിടക്കുന്ന ആൾക്കാരാണ് ഞാനൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ നിരന്തരം വായിക്കുകയും അന്വേഷിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള വെബിനാറുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. സ്വയം നന്നാവാൻ പരിശ്രമിക്കുന്നു ഓരോ ദിനവും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ മാതാപിതാക്കളുടെ സമ്മർദ്ദത്തിനുള്ള കാരണം? നമ്മൾ മാഷേ, എൻ്റെ അമ്മ 10ലെത്തിയതിനു ശേഷം എനിക്ക് സ്കൂളിൽ പോക്കെന്നാ പണി, ടീച്ചർമാർക്ക് വിളിപ്പിക്കലാ പണി, അസൈൻമെൻറ്റ് ചെയ്യുന്നില്ല, സമയത്തിന് കാര്യങ്ങൾ ചെയ്യുന്നില്ല, രാവിലെ എഴുന്നേൽക്കുന്നില്ല. എന്താ കാര്യം? രക്ഷിതാക്കൾ പഴയ കാലത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. രക്ഷിതാക്കൾ അവരുടെ പോയ കാലം ഓർക്കുന്നു.
പിന്നെ രക്ഷിതാക്കൾ എപ്പോഴും കുട്ടികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, പരിഹസിച്ചുകൊണ്ടിരിക്കും. നീ കൊള്ളരുതാത്തവനാണ്, നീ എന്നെ പറയിപ്പിക്കും. അതുപോലെ കുട്ടികളുടെ മുന്നിൽ തെറ്റുകൾ അംഗീകരിക്കില്ല. രക്ഷിതാക്കൾ സ്വയം തെറ്റ് ചെയ്യും, കുട്ടികൾ അതെന്ത് ചെയ്യും? കുട്ടികൾ അത് കാണും. അപ്പോൾ നമ്മുടെ വാല്യൂ സിസ്റ്റം മാറും. കുട്ടികൾ തെറ്റുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടം മനസ്സിലാവുന്നില്ല. കുട്ടിക്ക് ഞാനീ പറഞ്ഞ പോലെ കുട്ടി ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ സെക്ഷുവലി പിന്നെ പൊട്ടൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. അവന് പ്രേമം ഉണ്ടാവും, അല്ലെങ്കിൽ അവൾക്ക് പ്രേമം ഉണ്ടാവും, അവൾക്ക് ക്രഷ് ഉണ്ടാവും, ബെസ്റ്റി ഉണ്ടാവും, എന്തൊക്കെയാ പുതിയ വാക്കുകൾ നിങ്ങൾക്കറിയാലോ. ഇത് നമ്മളെപ്പോഴും ആധികാരികമായ സംസാരിക്കുക, പണത്തെക്കുറിച്ചാണ് പറയുക. പിന്നെന്താ കാര്യം? കുട്ടികളുടെ പ്രത്യേക കഴിവുകൾ ഉണ്ടെന്ന കാര്യം നമ്മളോട് മറന്നുപോകും. ഏച്ചീൻ്റെ മോന് അല്ലെങ്കിൽ സ്കൂളിലെ സഹപ്രവർത്തകയുടെ മോള് MBBS പഠിക്കുന്ന, അല്ലെ മറ്റോ ബിടെക്കിനാണ് പഠിക്കുന്നത്, അവൻ JEE പഠിക്കുന്നത്. ഈ കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ആലോചിക്കുക. നമ്മുടെ മകൻ നമ്മുടെ മാത്രം കുട്ടിയാണ്, അവൻ്റെ മാത്രം ജീവിതം നയിക്കേണ്ടവനാണെന്നുള്ള ബോധം നമുക്ക് കൊടുക്കൂല. ഓരോ വ്യക്തിയും വ്യത്യസ്ത സ്വഭാവമുണ്ട്. എൻ്റെ മോനെ, നിൻ്റെ ഏച്ചി ആ സ്കൂളിൽ പഠിക്കുമ്പോൾ എത്ര നല്ല മിടുക്കിയായിട്ട് ആ 100-ൽ 100 വാങ്ങിയിട്ടുള്ള ഇപ്പോൾ സ്കോളർഷിപ്പ് കിട്ടി പഠിക്കല്ലേ. കുട്ടീനോട് പറയുക, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്, അവൻ പറഞ്ഞത്, ഞാൻ ആ ഹൈസ്കൂളിൽ പോയതിന് ശേഷം എൻ്റെ സാറേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോകും. അവിടുത്തെ ടീച്ചർമാർ പിടിച്ചിട്ട് പറയും, എടാ എൻ്റെ ഏച്ചി ബിജി ചേച്ചീൻ്റെ ആങ്ങളയല്ലേ നീ, ആ ബിജി എത്ര നല്ല മോളായിരുന്നു. ഇത് കേട്ട് കേട്ട് ഞാൻ ഭക്ഷണമായി പോയി സാറിനാ. പ്രിയപ്പെട്ടവരെ, ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പിന്നെ ഒരു കുട്ടി ചേർന്നതിൻ്റെ കാര്യം എന്താ? ഇപ്പോൾ എൻ്റെ ഏച്ചി പഠിച്ച ട്യൂഷൻ ക്ലാസ്സാണ്, അവിടെ ഞാൻ പോകില്ല, കാരണം അവിടുത്തെ സാറന്മാർ ഏച്ചി മിടുക്കിയാന്ന് പറയും. ഇത് നിങ്ങളുടെ കുട്ടികൾക്കുണ്ടോ? ശരിയായി വിശദീകരിക്കില്ല, കാര്യമൊന്നും പറഞ്ഞു കൊടുക്കില്ല. നമ്മുടെ വിചാരം പൂർണ്ണമായും നമ്മൾ കുട്ടിയോട് സംസാരിക്കുന്നു എന്നാൽ പറയുന്നുണ്ടാവില്ല. എന്നാലോ കുട്ടികളുമായിട്ട് ആശയവിനിമയം പോരാ, അമിതമായ പ്രതീക്ഷകൾ വെച്ച് പുലർത്തും. അധ്യാപകരെ തരം താഴ്ത്തി കുട്ടികളോട് സംസാരിക്കും. ആ മാഷ് അയാൾ സ്കൂൾ വരികയില്ല, പോരാത്തതിന് എഴുതിയും കൊടുത്തുവിടുകയും ചെയ്യും എന്ന് പറയുന്ന തരത്തിൽ അധ്യാപകരെ കുട്ടികളുടെ മുന്നിൽ ഇകഴ്ത്തി പറയുന്ന, തരം താഴ്ത്തി പറയുന്ന ഒരു രക്ഷിതാവിൻ്റെ കുട്ടിയും നീണാൾ വിജയിയാവില്ല. കാരണം എന്താ വെച്ചാൽ, ഈ മൂല്യബോധം പഠിപ്പിക്കേണ്ട അധ്യാപകനെ ആദ്യം തന്നെ താറടിക്കുന്നത് രക്ഷിതാക്കളാണ്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? പശ്ചാത്തപിക്കണം. എന്നിട്ട് മക്കളോട് പറയണം, അധ്യാപകന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന നൈപുണിയുള്ളവരാണ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്, ഒരുപാട് കാലം പഠിച്ച് അവന് എത്തിയിരിക്കുന്ന ഒരു ബോധം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇതുണ്ടാകേണ്ടത് വീട്ടിൽ നിന്നാണ്. ടാങ്കിലുള്ള വെള്ളമാണ് ഈ ടാപ്പിൽ കിട്ടൂ, ടാങ്കിൽ നിന്ന് കലക്കിയ വെള്ളമാണ് വിടുന്നതെങ്കിൽ ടാപ്പിൽ നമുക്ക് നല്ല കിട്ടണമെന്നില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ്. പരീക്ഷയെക്കുറിച്ച്, അതുപോലെ തന്നെ മാർക്കിനെക്കുറിച്ച്, ഉയർന്ന പഠനത്തെക്കുറിച്ച്, സമ്മർദ്ദങ്ങളെ മാനേജ് ചെയ്യുന്ന കാര്യത്തൊക്കെ മാതാപിതാക്കൾ നമ്മൾ പരസ്പരം നല്ല ധാരണ ഉണ്ടാവണം. നല്ല തെളിഞ്ഞ വെള്ളം കുട്ടികൾക്ക് കൊടുക്കാൻ, കുളിർകാറ്റിൻ്റെ സാന്നിധ്യം വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ, വളരാനുള്ള ഒരു മണ്ണും മനസ്സും അന്തരീക്ഷവും വീട്ടിൽ പാകപ്പെടുത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്? അതിന് നമ്മൾ ഇതുവരെ എന്താ ചെയ്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഊഷ്മളത കൊടുക്കണം, നിയന്ത്രണവും കൊടുക്കണം. ഊഷ്മളതയും കൊടുക്കണം, നിയന്ത്രണവും കൊടുക്കണം. നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? കുറഞ്ഞ ഊഷ്മളതയും കുറഞ്ഞ നിയന്ത്രണവും ഒക്കെ ഉള്ള ആളാണ് നമ്മൾ. എങ്ങനെയാണ് നോക്കുക നിങ്ങൾ? കുറഞ്ഞ ഊഷ്മളത, ഉയർന്ന നിയന്ത്രണം. എപ്പോഴും അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, 8 മണിക്ക് പഠിച്ചോളണം, 9 മണിക്ക് എഴുന്നേറ്റോളണം, ഇങ്ങനെ പറയുന്ന വളരെ പിന്നെ കർക്കശ സ്വഭാവത്തോടു കൂടി 1 മുതൽ 10 വരെയുള്ള വയസ്സുകൾ പോറ്റിയവരാണോ നമ്മൾ? അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഇപ്പോൾ ശീലിച്ച് കാണിക്കുന്ന കാര്യത്തിൻ്റെയൊക്കെ രക്ഷ അതാണ്. എന്താണ്? ഉയർന്ന പ്രതീക്ഷകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക, കർശനമായ ശൈലിയായിരിക്കും, ഒരു വിശദീകരണവും ഇല്ലാതെ നിയമങ്ങൾ നടപ്പാക്കും, ചോദ്യം കൂടാതെ അനുസരിക്കണമെന്ന് പ്രതീക്ഷിക്കും. ചില രക്ഷിതാക്കൾ ഈ കുട്ടികളെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുന്നതിൻ്റെ പിന്നിൽ ആ പ്രായത്തിൽ രക്ഷിതാക്കൾ വാക്കാലെ, കർമ്മത്താലെ, മൗനത്താലെ അവരിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ആ നിയന്ത്രണങ്ങളുടെ വലിപ്പമാണ്. ഇനി അടുത്തെന്താ? വേറൊരു സാധനം എന്താണ്? കുറഞ്ഞ ഊഷ്മളതയൊന്നുമില്ല. മോനെ അങ്ങനെ, മോനെ ഒരു മോന്, രണ്ടാമത്തെ അങ്ങനെ, മൂന്നാമത്തെ ഇങ്ങനെ. എന്നാലോ നിയന്ത്രണം വളരെ കുറവ്. ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിച്ച് നോക്കൂ. ഫോൺ എടുക്കും, അമ്മ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ കുട്ടികൾക്ക് എന്താ പ്രശ്നം? ഇടപെടാത്ത രക്ഷാകർത്തൃത്വം. അമ്മയെ നോക്കുന്നില്ല, അച്ഛനെ നോക്കില്ല, ഫ്രീ ആണ്, ഗൾഫിലായിരിക്കും അച്ഛൻ, ഉമ്മയാണെങ്കിൽ ഫോണായിട്ടുള്ള കളിയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റു തിരക്കിലായിരിക്കും, പിന്നെ വീട് പണിയിലായിരിക്കും, പെയിൻ്റ് അടിപ്പിക്കുന്ന തിരക്കിലായിരിക്കും, പറമ്പ് കളക്കുന്ന തിരക്കിലായിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ സ്കൂൾ പോകുന്നുണ്ടോ? ഇങ്ങനെയാണോ നമ്മുടെ കുട്ടികൾ? അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അവഗണിക്കപ്പെട്ട രക്ഷാകർത്തൃത്വം എന്നാണെന്ന് പറയുക. കുട്ടിയുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കാത്ത, ഇടപെടാത്ത മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളോട് കുറച്ച് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അവർ പലപ്പോഴും നിസ്സംഗരും, തള്ളിക്കളയുന്നവരും, അല്ലെങ്കിൽ പൂർണ്ണമായി അവഗണിക്കുന്നവരുമാണ്. എന്നാൽ മൂന്നാമത്തെ എന്താണ്? ഉയർന്ന ഊഷ്മളത, കുറഞ്ഞ നിയന്ത്രണം. എൻ്റെ മോനോ, ഓനാരാ മോന്, അവൻ സൂപ്പറല്ലേ എന്ന് കുട്ടിയെ ആവശ്യത്തിനും അനാവശ്യത്തിനും വാനോളം പുകഴ്ത്തുകയും അവന് വണ്ടി വാങ്ങിക്കൊടുക്കുകയും മൊബൈൽ വാങ്ങിക്കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്ത് വളർത്തിയ രക്ഷിതാക്കൾ ഇതിനകം തന്നെ 4-5 തവണ സ്കൂളിൽ പോയിട്ടുണ്ടാവും. കാരണം എന്താ?
കുറഞ്ഞ നിയന്ത്രണമാണ്. എന്താ കുഴപ്പം കുട്ടിക്ക്? മക്കളുടെ മേൽ പരിമിതമായ നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ തുറന്ന് പറയുകയൊക്കെ ചെയ്യും, മക്കളെ പറയും, കാര്യങ്ങൾ അനുവദിക്കും, പ്രതീക്ഷയുടെ താഴ്ന്നില മാതാപിതാക്കൾ സുഹൃത്തുക്കളെ പോലെ പെരുമാറുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രത്യേകത. എന്നാലോ ഈ കുട്ടികൾ സ്വാഭാവികമായി സമൂഹത്തിലെ മറ്റു നിയമങ്ങൾക്ക് അനുസരിക്കാൻ, നിയന്ത്രണങ്ങൾക്ക് വിധേയപ്പെടാൻ തയ്യാറാവില്ല. സ്കൂളിൻ്റെ നിയമം ലംഘിക്കും, അധ്യാപകരോട് തട്ടിക്കയറും, പ്രശ്നങ്ങളുണ്ടാക്കും. ഇനി അടുത്തെന്താ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോയാൽ മതിയോ? അവിടെയാണ് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്താണത്? ആ പഠിക്കുന്ന കാര്യം എന്താണ്? സോറി, അതിതാണ്. കുട്ടികൾ സൈക്കിൾ ഓടിക്കണം, കുട്ടികൾ ബൈക്ക് ഓടിക്കണം, അവനത് പഠിപ്പിക്കണം, ലൈസൻസ് എടുപ്പിക്കണം അതിൻ്റെ പ്രായമാകുമ്പോൾ. അതിനുശേഷം ബൈക്ക് കൊടുക്കും. കുട്ടികൾക്ക് അത് ഇരുന്ന് കാണിക്കണം. കുട്ടിയുടെ പ്രായത്തിലേക്ക് താണ് ചിന്തിക്കണം. ഉയർന്ന നിയന്ത്രണം ഉണ്ടാവണം, ഉയർന്ന ഊഷ്മളത ഉണ്ടാവണം. കുട്ടാ, നിനക്ക് എന്തായാലും ടൂറിന് പോവാം, പക്ഷേ നീ ശ്രദ്ധിക്കണം, ഈ ടൂറിന് പോകുമ്പോൾ നീ ഇന്ന കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്ത്, അനുവാദം കൊടുത്ത്, അതിൻ്റെ അതിരും എതിരും നിർണയിച്ചു കൊടുക്കുന്ന ഒരു മാതാവും പിതാവും. ഇവിടെയുള്ള സുഖം എന്തായിരിക്കും? പരിപോഷിപ്പിക്കുകയും പ്രതികരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളായിരിക്കും. കുട്ടികൾക്ക് ഉറച്ച പരിധികൾ നിശ്ചയിക്കും. ഇവർ ഫുട്ബോൾ കളിക്കുന്ന പോലെയാണ്. ഫുട്ബോളിൽ കളിയുടെ നിയമം കുട്ടികൾ അംഗീകരിക്കണം. കളി ജയിക്കുകയും തോക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ശിക്ഷയ്ക്ക് ശിക്ഷ ഉണ്ടാവും. കാരണം വെച്ചാൽ അത് പാടില്ല. കാരണം പെനാൽറ്റി ഉണ്ടാവും, പെനാൽറ്റി അവിടെ പോയിരിക്കണ്ട. മോളിൽ കേൾക്കേണ്ടതാ, ഉമ്മയുടെ കൂടെ കേട്ടോളൂ. നിയമങ്ങൾ വിശദീകരിച്ചും ചർച്ച ചെയ്തും ന്യായവാദം ചെയ്തും കുട്ടികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ അവർ ശ്രമിക്കുന്നു. സത്യത്തിൽ ഇത് കുട്ടികളെ കേൾപ്പിക്കരുത്, നിങ്ങൾക്ക് തന്നെ നേരെ വരിക തിരിച്ച്. ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തമാശ പറഞ്ഞു. കുട്ടിയുടെ കാഴ്ചപ്പാട് ശ്രദ്ധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ 4 കള്ളികളിൽ എവിടെ നിൽക്കുന്നു? ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ 4 കള്ളികളിൽ എവിടെ നിൽക്കുന്നു? നമ്മൾ 1ാമത്തെ കള്ളിയിലാണോ, 2ാമത്തെ കള്ളിയിലാണോ, 3ാമത്തെ കള്ളിയിലാണോ, 4ാമത്തെ? നമ്മൾ എത്തേണ്ടത് 4ാമത്തെ കള്ളിയിലാണ്. ഉയർന്ന സ്നേഹവും കൊടുക്കണം, ഉയർന്ന നിയന്ത്രണവും കൊടുക്കണം, പിന്നെ കുട്ടി പറന്നോളും. ആ പറപ്പിക്കലിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന ആദ്യത്തെ പരീക്ഷയാണ് 10ാം ക്ലാസ് പരീക്ഷ. അവിടെ ആ നിയന്ത്രണത്തിൻ്റെയും ഊഷ്മളതയുടെ ഒക്കെ തന്നെ ഫലം പേപ്പറിൽ റിസൾട്ടാക്കി വരണം. അതിനുള്ള ഇടപെടൽ എങ്ങനെ നടത്താം? ഗ്രേഡുകളും അസൈൻമെൻറ്റുകളും സജീവമായി ട്രാക്ക് ചെയ്യുന്നതിലൂടെ, അധ്യാപകരുമായി പതിവായി ആശയവിനിമയം നടത്തുന്നതിലൂടെ, വീട്ടിൽ പഠനാന്തരീക്ഷം വളർത്തുന്നതിലൂടെയും മാതാപിതാക്കൾക്ക് വിദ്യാർത്ഥികളുടെ വിജയത്തെ ഗണ്യമായി സ്വാധീനിക്കാൻ കഴിയും. ഒരു സംശയവും വേണ്ട. ആ പോയിന്റുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇതിനെ വിശദീകരിക്കാൻ എനിക്ക് ഒരുപാട് ജീവിത ഉദാഹരണങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്നും എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥികളുടെ വിജയത്തെ ഗണ്യമായി സ്വാധീനിക്കുക. എന്താണ് വിജയം എന്നുള്ള ചോദ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കുമ്പോഴാണ് സന്തോഷകരമായ ചർച്ചാകർത്തൃത്വം സന്തോഷമായ കുട്ടികളിലേക്ക് നയിക്കുന്നു. നമ്മൾ നല്ല രക്ഷിതാക്കളായി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ എന്തെന്നില്ലാത്ത ആദരവുണ്ടാവും. ഞാൻ വേദങ്ങളൊന്നും പറയേണ്ടതില്ലല്ലോ, വേദങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ, പ്രാർത്ഥിക്കുന്നതാണല്ലോ. ഖുർറത്ത് അഴീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണുകൾക്ക് കുളിർമയേകുന്ന മക്കൾ എന്നാണ്. കണ്ണുകൾക്ക് കുളിർമയേകുന്ന എന്നുള്ള വാക്കിൻ്റെ നിഷ്പത്തിയെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ, മലരാരണ്യത്തിൽ മണൽക്കാറ്റടിക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ കണ്ണിലേക്ക് മണൽ കയറാതെ എങ്ങനെയാണോ കാഴ്ചയെ കൃത്യമായി നിർണയിക്കുന്ന തരത്തിൽ കണ്ണിന്മേലൊരു പാളിയുള്ളത്, ആ പാളി ഒരു കുളിരുള്ള പാളിയാണ്. ആ പാളി പോലെ കുടുംബം മാറണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ രീതിയിൽ നിങ്ങൾ നോക്കണം. ഇനി ഞാൻ വീണ്ടും നിങ്ങളെ കൊണ്ട് കണക്കൂട്ടിക്കുകയാണ്. ഞാൻ മാത്രം ഇങ്ങനെ പറയുമ്പോൾ ഒരു സുഖമില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഇതേ നേരത്തെ പോലത്തെ 1 മുതൽ 5 വരെ മാർക്ക് ഇടുക. 1ാമത്തെ ചോദ്യം, നിങ്ങൾ എത്ര സന്തോഷവാന്മാരാണിപ്പോൾ? സന്തോഷമൊന്നും ഇല്ല സാർ, എവിടെ സന്തോഷം? കുഞ്ഞിൻ്റെ പരീക്ഷ എടുത്തതിന് ശേഷം എനിക്കൊരു ഉറക്കമില്ല, ഊണുമില്ല. എനിക്കാണെങ്കിൽ തലപ്പെരാന്തെടുക്കുന്നു, വേർത്ത് കുളിക്കുന്നു, അനുസരണയില്ല. അങ്ങനെയാണെങ്കിൽ 1, അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 4. അടുത്ത ചോദ്യം, നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന നല്ലൊരു ബെസ്റ്റ് ലൈഫാണോ? നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലും മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ, അച്ഛൻ എന്ന നിലയിൽ, അമ്മ എന്നുള്ള നിലയിൽ, അധ്യാപകൻ എന്നുള്ള നിലയിൽ, തൊഴിൽ ചെയ്യുന്ന ആളെന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം നല്ലതാണോ? ആവണ്ടേ? അടുത്തെന്താ? നിങ്ങൾ ഈ വഹിക്കുന്ന ഈ റോളുകളൊക്കെ തന്നെ എല്ലാവരോടും മാന്യമായി പെരുമാറുന്നുണ്ടോ? ഭർത്താവിനോട് നല്ലോണം പെരുമാറുന്നുണ്ടോ? മക്കളോട് നന്നായിട്ട് പെരുമാറുന്നുണ്ടോ? നല്ല പിന്നെന്താ പറയുക, അധ്യാപകനാണോ, വിദ്യാർത്ഥിയാണോ, തൊഴിലാളിയാണോ, അനുയായിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വട്ടം വരയ്ക്കുകയാണെങ്കിൽ ഏത് സ്ഥാനത്താണ് നമ്മൾ കുറഞ്ഞു പോവുക? അവിടെ കൂടി നന്നാക്കണ്ടേ? അല്ലെങ്കിൽ ഇത് ഉരുളുവോ ജീവിതം? സന്തോഷമാവോ? ഇല്ലല്ലോ. സന്തോഷമാക്കണം. 4ാമത് ചോദ്യം, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എത്രമാത്രം പാഷനേറ്റ് ആണ്? ഇപ്പം നിങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതാൻ പോവല്ലേ?
ഈ പരീക്ഷ എഴുതുന്ന മക്കളെ ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എങ്ങനെയാണ് അവനോട് സംസാരിക്കേണ്ടത്, അവളോട് സംസാരിക്കേണ്ടത്, അവളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ഘടകങ്ങളെ ഒന്ന് ശുശ്രൂഷിച്ചതിന് ശേഷം മാത്രമല്ലേ. ഈ വിളക്ക് കത്തണമെങ്കിൽ തിരിവെച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ? ആ എണ്ണ ഒഴിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അവബോധമുള്ള ആളാണോ എന്നാണ് ചോദ്യം. പിന്നെ ഒടുവിലത്തെ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ ധന്യത അനുഭവിക്കുന്നുണ്ടോ? ഈ നിമിഷത്തിൽ നിങ്ങളങ്ങ് മരിച്ചു പോയാൽ നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തെർത്തീബാക്കിയിട്ടുണ്ട്. ഒരു എല്ലാവർക്കും, കണ്ടുമുട്ടിയവർക്ക് എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്ത ഒരാളാണ് ഞാനെന്ന ചോദ്യം, ഉത്തരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾക്ക് എനിക്കുണ്ടോ? ഇനിയാണ് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കൂടി, സെഗ്മെന്റിലേക്ക് കൂടി ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് കേവലം മാർക്ക് മാത്രം പോരാ, അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മൾ നൽകണം. അതിന് ഈ പരീക്ഷയുടെ സമയത്തും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം അവരുടെ കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താ? നമ്മുടെ കുട്ടികൾക്ക് ആരോഗ്യം വേണം. വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ടോ? നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ 3M ആളിൽ 2M ആൾക്കാരാണ് മജിബൂസും മന്തിയും മാത്രമാണോ വാങ്ങിക്കൊടുക്കുന്നത്? സ്റ്റെറോയിഡ് നിറഞ്ഞ ഭക്ഷണങ്ങളാണോ കൊടുക്കുന്നത്? അതുപോലെ തന്നെ ഈ പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക് ആണോ കുടിപ്പിക്കുന്നത്? ശ്രദ്ധിക്കണം. അവരെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കണം. ഒരുപാട് എക്സസൈസ് എടുക്കുക. ഇങ്ങനെ കൈയടിച്ചാൽ തന്നെ എക്സസൈസ് ആയി, ഇങ്ങനെ കൈയടിച്ച എക്സസൈസ് ആയി, ഇങ്ങനെ കൈയടിച്ച എക്സസൈസ്, ഇങ്ങനെ കൈയടിച്ച എക്സസൈസ്. ഇങ്ങനെ കൈയടിച്ചുകൊണ്ട് മാത്രം ചെയ്യാവുന്ന എക്സസൈസ് ഉണ്ട്. ഇപ്പൊ MEC7 പോലുള്ള എക്സസൈസുകൾ ഉണ്ട്. നമ്മുടെ വീട്ടിലെ ഉമ്മയും ബാപ്പയും ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ശരി, കുട്ടികൾക്ക് ഹെൽത്ത് വേണം. ഹെൽത്ത് ഇല്ലാത്ത ഒരാളെ എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ല. കുട്ടികളെ ഊണ് ഉറക്കൊഴിഞ്ഞ് ശരീരം നോക്കാതെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എടുക്കുന്നവരെ കുട്ടികൾ ക്ഷീണിച്ചു പോകും. കുട്ടികൾ ഒരു കാരണവശാലും പരീക്ഷ എഴുതുമ്പോൾ ആവശ്യമായ ബോഡി എനർജി നഷ്ടപ്പെടുന്ന തരത്തിൽ അവരെ വളർത്താൻ വിടരുത്. ഒരു കാരണവശാലും കുട്ടികൾക്ക് അപകടകരമായ ഒന്നിലേക്കും അവർ വിടാൻ പാടില്ല. മോട്ടോർ ബൈക്ക് കൊടുക്കാൻ പാടില്ല, സാഹസികതകൾക്ക് വിടാൻ പാടില്ല. കാരണം പരീക്ഷയ്ക്ക് അടുത്ത് വെച്ച് കൈയൊടിഞ്ഞു പോയാൽ, കാലൊടിഞ്ഞു പോയാൽ, അപകടത്തിലായാൽ, ഒരു ഡയോറിയ വന്നാൽ ബുദ്ധിമുട്ടും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം എന്താ? ഇന്റലക്ച്വൽ ലൈഫ്. കുട്ടി വായിച്ചത് മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കിയത് അവൻ എഴുതാൻ പറ്റുന്നുണ്ടോ? പരീക്ഷയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കുട്ടി വായിച്ചത് കുട്ടിക്ക് നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ എഴുതാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ ഇനി രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം, കുട്ടി പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കേണ്ടത്, നിങ്ങൾ 1 കിലോ ന്യൂസ് പ്രിന്റ് വാങ്ങിയിട്ട് ഇംഗ്ലീഷിലെ ചോദ്യഭാഗങ്ങൾ വായിച്ച് ഗൈഡുകൾ വെച്ചായാലും ടീച്ചർ കൊടുത്ത നോട്ട് കൊടുത്തായാലും യൂട്യൂബിൽ നിന്ന് കാണുന്നായാലും അവനോട് എഴുതിപ്പിക്കണം. മോനെ നീ പഠിക്കുന്നു എന്നുള്ളത് ഉമ്മയ്ക്കും ബാപ്പയ്ക്കും അമ്മയ്ക്കും അച്ഛനും കാണണമെങ്കിൽ മോൻ എഴുതി പഠിക്കണം. ഇന്റലക്ച്വൽ ലൈഫ് കൃത്യമാക്കണമെങ്കിൽ കണക്ക് ചെയ്ത് പഠിക്കണം. അപ്പോൾ പരീക്ഷ എഴുത്ത് രീതിയിലായതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, കുട്ടികളെ പഠിപ്പിക്കുന്നതിന് സാഹചര്യം ഒരുക്കുക എന്ന് വെച്ചാൽ അവർ ഇനി വരുന്ന ദിവസങ്ങളിൽ അവർ വായിച്ചാൽ മാത്രം പോരാ, വായിച്ചത് അവർ എഴുതി പഠിക്കണം. പരീക്ഷാ പേപ്പർ കിട്ടുമ്പോൾ കുട്ടികളുടെ പേടി കുറയാനുള്ള ഏറ്റവും നല്ല വഴി, ഈ ഉത്തരം ഞാൻ പലതവണ എഴുതി ശീലിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഉണ്ടാക്കലാണ്. ആ ഇന്റലക്ച്വൽ ലൈഫ് കുട്ടികൾക്ക് ഉണ്ടാവണം. അത് കണക്കായിട്ട്, ബയോളജി ആയിട്ട്, കെമിസ്ട്രി ആയിട്ട്, ഫിസിക്സ് ആയിട്ട്, ചരിത്രമായിട്ട്, എക്കണോമിക്സ് ആയിട്ട്, കമ്പ്യൂട്ടർ സയൻസ് ആയിട്ട്, ഹിന്ദി ആയിട്ട് കുട്ടികൾ പഠിക്കണം. പഠിക്കുന്ന രീതി ഞാൻ മനസ്സിലാക്കിയ രക്ഷിതാക്കൾക്ക് ശ്രദ്ധ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഇന്റലക്ച്വൽ ലൈഫിനെ 3 തരത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇൻപുട്ട് ഉള്ളിലേക്ക് എടുക്കുക. ചില ആൾക്കാർ 8 എന്ന് പറയുന്നവരോ പെട്ടെന്ന് ആലോചിക്കുക 2 0 നേരെ ഇതായി ഇട്ടതാണ്. ചില ആൾക്കാർ 8 എന്ന് പറയുന്നത് പുട്ട് എന്ന് പറയുന്നു, കട്ട് എന്ന് പറയുന്നതിൻ്റെ ഒച്ച കേട്ടിട്ട് പെട്ടെന്ന് ഞെട്ടിപ്പോവും. ചില ആൾക്കാർ 8 എന്ന് പറയുന്നവർ ഡ്രൈവിങ്ങിന് പോകുന്നവർ 8 പഠിച്ചതിൻ്റെ ആലോചനയാണ് ഒരുക്കി വരിക, ഇങ്ങനെ 8 എഴുതുക എന്ന് പറയുന്ന. ഇത് 3 തരം ലേണിംഗ് ആണ്. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളും ഞാനും അറിവ് ഉള്ളിലേക്ക് എടുക്കുന്നത് 3 വഴിയാണ്. 1 കണ്ടാണ്, 2 കേട്ടാണ്, 3 ചെയ്താണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടി കണ്ടു പഠിക്കുന്നവളാണോ, കേട്ട് പഠിക്കുന്നവനാണോ, ചെയ്തു പഠിക്കുന്നവനാണോ? കണ്ടു പഠിക്കുന്നവനാണെങ്കിൽ അവൻ നിരന്തരം വായിച്ചത് ഹൈലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യണം. അവൻ പരീക്ഷ അടുപ്പിച്ച് വീടുകളിൽ മുഴുവനും പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്റ്റിക്കറുകൾ ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് കണക്കിൻ്റെ ഇക്വേഷൻസ് ഒരു പ്രത്യേക സ്ഥലത്ത്, കെമിസ്ട്രിയുടേത് വേറൊരു സ്ഥലത്ത്, ഫിസിക്സിൻ്റെ. അപ്പോൾ അവനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും നിരന്തരം. പറ്റെങ്കിൽ അടുക്കളയിൽ വെക്കാം, ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ വെക്കാം, എവിടെ വെച്ചാലേ ഇല്ല, കുട്ടി കണ്ടുകൊണ്ടിരിക്കണം. നിരന്തരമായി വിഷ്വൽ ഇമേജ് കുട്ടി കയറണം. അതല്ല നിങ്ങളുടെ കുട്ടി കേൾക്കുന്നതാണ് ഇഷ്ടം എന്നാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുട്ടിക്ക് വായിച്ച സാധനം റെക്കോർഡ് ചെയ്ത് നിരന്തരം കേൾക്കണം. കേട്ടത് പിന്നെ എഴുതുകയും വേണം, ചെയ്ത് പഠിക്കൽ നിർബന്ധമാണ്. അപ്പോൾ കുട്ടി ഒച്ചത്തിൽ വായിക്കുന്ന കുട്ടി ആയിക്കോട്ടെ. കാരണം ഒച്ചത്തിൽ വായിക്കുന്നത് അവൻ വായിക്കുന്നത് അവൻ്റെ ചേട്ടിലൂടെ കയറും. അതിനാണ് ഒച്ചത്തിൽ വായിച്ച് കയറുക.
അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ സാമാന്യ രീതി എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ രക്ഷിതാക്കൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഇതിന് പറയുക VAK എന്നാണ്, വിഷ്വൽ ഓഡിറ്ററി കിനസ്തെറ്റിക് എന്ന് പറയും. വിഷ്വൽ ആണെങ്കിൽ പഠിക്കുന്നവരാണ്, ഓഡിറ്ററി ആണെങ്കിൽ കേട്ട് പഠിക്കുന്നവരാണ്. ഞാനൊക്കെ തന്നെ ഇതാ വക്കഴത്തിൽ വാക്കയത്തിൽ എന്നുള്ള സൂറത്തുൽ വാക്കയൊക്കെ തന്നെ ഉമ്മ മഗ്രിബിനും ഇഷാക്കും ഇടയിൽ പാരായണം ചെയ്യുന്നത് കേട്ട് പഠിച്ചതാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത്ത്. ഇതെല്ലാം ഞാൻ അങ്ങനെ കേട്ട് പഠിച്ചതാണ്. നമസ്തേ സദാവത്സലേ മാതൃഭൂമിയെ ദ്വയാ ഹിന്ദുഭൂമിയെ സ്വയം വർദ്ധിതാഹം എന്ന് പറയുന്ന പ്രാർത്ഥന എൻ്റെ അയൽപക്കത്തുള്ള ശാഖയിൽ ഞാൻ കേട്ട് പഠിച്ചതാണ്. കേയൂരാന്ന വിഭൂഷയന്തി പുരുഷം ഹാരാന്ന ചന്ദ്രോജ്വല ന സ്നാനം ന വിലേപനം ന കുസുമം എന്നൊക്കെ പറയുന്നത് കേട്ട് പഠിച്ചതാണ്. കേട്ടും കണ്ടും ചെയ്തും പഠിക്കുമ്പോൾ നമ്മൾ നല്ല ബുദ്ധിമാന്മാരാകും. നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള സാധ്യത കൊടുക്കണം. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഉണ്ടാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇമോഷണൽ ലൈഫ് നന്നാവണം. ഇമോഷണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികൾക്ക് വൈകാരികമായിട്ട് നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്? എന്നാ ടീച്ചർ ഒരിക്കൽ പോലും നോക്കിയിട്ടില്ല. ടീച്ചർക്കാണെങ്കിൽ മുൻപെഞ്ചിലിരിക്കുന്ന ഒരു സായൂജും ഒരു മുഹമ്മദും ഒരു അപർണയും എന്നെ തീരെ ഗൗനിക്കാറില്ല. കുട്ടി ഇമോഷണലി ഫിറ്റിംഗ് അല്ല. വീട്ടിലാണെങ്കിൽ അച്ഛനും കണ്ടുകൂടാ, എന്നെ അമ്മയ്ക്കും കണ്ടുകൂടാ. നാട്ടിലില്ല ആനന്ദം, വീട്ടിലില്ല ആനന്ദം, വീർപ്പ് മുട്ടിയിടുന്നത് ഹൃദന്തം. എല്ലാവരും എന്നെ വെറുക്കുന്നു, ഞാനും ഇന്ന് എല്ലാറ്റിനെയും വെറുത്തിടുന്നു എന്ന് പറയുന്ന സ്വഭാവം നിങ്ങളുടെ മക്കൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇമോഷണലി കിട്ടേണ്ട സാധനം കിട്ടേണ്ട പ്രായത്തിൽ കിട്ടാത്തത് കൊണ്ടാണ്. സ്നേഹം കൊടുക്കണം, ഹഗ് ചെയ്യണം, ഉമ്മ വെക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കാൻ, കുട്ടിക്കൊരു ഉമ്മ കൊടുക്കാൻ അമ്മയ്ക്കും കഴിയണം. ഇത് കിട്ടാത്ത കുട്ടി സ്നേഹത്തിനായി, അല്ലേ, സ്നേഹത്തിനായി ഞാൻ സ്നേഹിപ്പു നിന്നെ മോഹിപ്പതില്ല നിന്മീതയൊന്നും. സ്നേഹം കൊണ്ട് നാട് നിറയെ, അല്ലേ, എന്താണ് കാര്യം? പ്രേമമേ നിന്റെ പേര് കേട്ടാൽ നാണിച്ചു പോവും, ക്രൂര കാമകിങ്കരണ ചെയ്യും കടുങ്കൈകൾ എന്ന് പറയുന്ന രീതിയിലേക്ക് അടുത്ത് വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാവണം. ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കണം കുട്ടി. കുട്ടിയോട് പറയണം ജീവിതത്തിൽ കണ്ണീരുണ്ടാവും, ഉപ്പുണ്ടാവും. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തൊരു ജീവിത പലഹാരം. ഇടയ്ക്ക് കരച്ചിലുണ്ടാവും, ഇടയ്ക്ക് സങ്കടം വരും. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞീടിനവാനം ഇന്നിത് ചിരിക്കുന്നു, പാലടി ചിതർന്നു. കണ്ടില്ലേ മോളെ, ആകാശം കണ്ടില്ലേ? ഇന്നലെന്തൊരു പെയ്ത്തായിരുന്നു, ഇന്നെന്തൊരു സന്തോഷ, എന്തൊരു വെയിലാ. ഇത് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, പ്രകൃതിയിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്ക് കണ്ണീരൊക്കെ ഉണ്ടാവും. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം. ജീവിതം മധുരിക്കുന്നതാവണമെങ്കിൽ ഇടയ്ക്കൊരു കണ്ണീരുപ്പുണ്ടാവണം. കരയാനും സങ്കടപ്പെടാനും കുട്ടികൾക്ക് ആവേശം കൊടുക്കുന്നവരായിരിക്കണം രക്ഷിതാക്കൾ എന്നുള്ള പാഠം നിങ്ങൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, അടുത്തതാണ് ക്യാരക്ടർ. എന്താ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഉള്ളിലുള്ളതേ പുറത്ത് വരും. ഉള്ളിലുള്ളതിന് പറയുക ക്യാരക്ടർ എന്നാണ്, പുറത്ത് കാണിക്കുന്നതിന് ബിഹേവിയർ എന്നാണ് പറയുക. ഉള്ളിൽ മറ്റുള്ളവർ നന്നാവണം. അടുത്തു നിൽപ്പോർ അനുജനെ കാണാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താ ആശ്ചര്യം. അടുത്ത് നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. ഇപ്പം നിങ്ങൾ ഓഫീസിലിരിക്കുക, ഞാനിന്ന് ഓഫീസിൽ ഇരുന്നിരുന്നു. എൻ്റെ അടുത്തൊരു കുട്ടി കൗൺസിലിങ്ങിന് വന്നിരുന്നു. ഞാൻ അവളെ സംസാരിക്കുമ്പോൾ ഒരു നിർധനയായ സ്ത്രീ, അത്രയൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്. അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്റ്റാഫ് റൂം ഇങ്ങനെ തിരിഞ്ഞളിക്കുക. 10-14 ടീച്ചർമാർ അപ്പുറത്തിപ്പുറത്തുണ്ട്. ഇവർക്കൊരു എത്തം കിട്ടാത്ത കളി കളിക്കണം. ഞാനിതൊക്കെ പറയുന്ന ആളെന്നൊക്കെ എനിക്ക് ഉള്ളിൽ ഉണർന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ കുട്ടിയുടെ പറയുന്ന കഥ നിർത്തി ഞാൻ ആ സ്ത്രീക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തു, ഇന്നടത്തേക്ക് നയിച്ചു കൊടുത്തു. ആ സ്ത്രീയുടെ മനസ്സിലുണ്ടായ ഒരു സന്തോഷം എന്താ? ഇതെന്തുകൊണ്ടാണ് വന്നത്? എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്. നിങ്ങളെ തേടി വരുന്നവരെ അല്ല, നിങ്ങൾ തേടി ചെല്ലുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലത് കൊടുക്കണം, അവർക്ക് നല്ല വാക്ക് കൊടുക്കണം, നല്ല സേവനം കൊടുക്കണം. അങ്ങനെ കൊടുത്തപ്പോൾ ആ മനസ്സ്, ആ ക്യാരക്ടർ ഉള്ളത് കൊണ്ട് ഞാൻ ആ സ്ത്രീക്കിന്ന് തൽക്കാലം അവർക്കൊരു അത്താണിയായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ നിരന്തരം ചെയ്യുന്നുണ്ടാവും. ലിറ്റിൽ നെയിംലെസ് അൺറിമെമ്പേർഡ് ആക്ട്സ് ഓഫ് കൈൻഡ്നസ് ആൻഡ് ലവ്. പേരിട്ട് വിളിക്കാൻ പറ്റാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഓർത്തെടുക്കാൻ പറ്റാത്ത ഇത്രയുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ ചെയ്യണം നിരന്തരം. അങ്ങനെ ചെയ്യുന്ന കുട്ടികളായിട്ട് നമ്മളെ കുട്ടികൾ വളരണ്ടേ? ആ വളരണമെങ്കിൽ ക്യാരക്ടർ അവരുടെ ഡെവലപ്പ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇത് മാത്രം പോരാ, സ്പിരിച്വൽ ലൈഫ് വേണം. ഞാനും നീയും തീർക്കുന്നതല്ല ജീവിതം, നമ്മെ തീർത്ത ദൈവം തീർക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ മാത്രമല്ല, മൂന്നാമതൊരാളുണ്ടെന്നുള്ള ബോധത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നിർണ്ണയിക്കാനും ഒക്കെ തന്നെ മൂന്നാമതൊരാളുണ്ട്. അതിൻ്റെ ഒരു സുഖമുണ്ട്. എന്താ സുഖം? ആ സുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പൂ വിരിയുന്ന സുഖമറിഞ്ഞു, നറുമഞ്ഞുതിരുന്ന ലയമറിഞ്ഞു എന്നൊക്കെ പാട്ടുകാർ പറയുന്നത് ഈ സ്പിരിച്വൽ ബോധമുള്ള ആളിലേക്കാണ് സന്നിവേശിക്കുക. അങ്ങനെ ഈ പ്രകൃതി ഇങ്ങനെ നിരന്തരം ഇരുളും വെളിച്ചവും മാറി മാറി നിഴലിക്കും ജീവിത ദർപ്പണത്തിൽ ഒരു സത്യം മാത്രം നിലയ്ക്കുമെന്നും പരമാർത്ഥ സ്നേഹത്തിൻ മന്ദഹാസം എന്നുള്ള തിരിച്ചറിവ് കുട്ടിക്കുണ്ടാകുന്നത് സ്പിരിച്വൽ ലൈഫ് ഉണ്ടാകുമ്പോഴാണ്. വേദനയാണ് എനിക്ക് വേദാന്തം പഠിപ്പിച്ചതെന്ന് പറയുന്നത് എന്താണ്? സ്പിരിച്വൽ ലൈഫ് ഉള്ളവർക്കാണ്. വേദനയെപ്പോലും വേദാന്തമാക്കുന്ന തരത്തിൽ നമ്മുടെ പെരുമാറ്റം മാറുന്നത് സ്പിരിച്വാലിറ്റി ഉള്ളവർക്കാണ്. ഈ സ്പിരിച്വാലിറ്റി ഇല്ലാത്ത മതഭ്രാന്തന്മാരാണ് നാട്ടിൽ മുഴുവൻ കലാപങ്ങൾ ഉണ്ടാക്കുന്നത്, വർഗീയത ഉണ്ടാക്കുന്നത്. സ്പിരിച്വലായ ഒരാൾക്ക് ഒരാളെ ആക്രമിക്കാൻ കഴിയില്ല. ഞാൻ പറയേണ്ടല്ലോ. അടുത്തെന്താ പ്രിയപ്പെട്ടവരെ? ലവ് റിലേഷൻഷിപ്പ്. നമ്മൾ പരീക്ഷയെ കുറിച്ചും മാർക്കിനെ കുറിച്ചൊക്കെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. കുഞ്ഞുണ്ണി മാഷൊരു കവിത ഉണ്ട്,
എന്താ പറയുക, നിന്നെ ഞാൻ കണ്ടത് മെസ്സാളിലേക്ക് ഓടുമ്പോഴല്ല, നിന്നെ ഞാൻ തൊട്ടത് ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോഴല്ല, നിന്നെ ഞാൻ വാസനിച്ചത് ക്ഷേത്രത്തിൽ പൂജയ്ക്ക് നിൽക്കുമ്പോഴല്ല, നിന്നെ കണ്ടതും നിന്നെ വാസനിച്ചതും നിന്നോടടുത്തതും ആണ്ടറുതി പരീക്ഷയ്ക്ക് ഉറക്കൊഴിഞ്ഞ് ആറ്റം തിയറി വായിക്കുമ്പോഴത്രേ. ഞാനിങ്ങനെ പുസ്തകം എടുത്ത് പരീക്ഷയ്ക്ക് പഠിക്കാൻ നോക്കുന്നത് എനിക്ക് പുസ്തകത്തിൽ ഒന്നും തലേ കയറുന്നില്ല. എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നീ മാത്രമേ ഉള്ളൂ. ഉറക്കം കണ്ണുകളിൽ ഊഞ്ഞാല് കെട്ടുമ്പോൾ ഉദിക്കും നിൻമുഖം നെഞ്ചത്തിൽ. ഇത് നിങ്ങളെ എൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ കുട്ടികളെ മുഴുവൻ പ്രശ്നമാണ്. ക്ലാസ്സിലെ ഒരു കുട്ടി, അല്ലെങ്കിൽ ക്ലാസ്സിലെ അപ്പുറത്തെ കുട്ടി, അല്ലെങ്കിൽ വരുന്ന വഴിക്കുള്ള കുട്ടി, അതല്ലെങ്കിൽ ഡ്രൈവർ, കണ്ടക്ടർ, ഓട്ടോറിക്ഷ ഡ്രൈവർ, ഈ ആരൊക്കെയാ ഈ കുഞ്ഞുങ്ങളിലേക്ക് എന്താ പറയുക കടാക്ഷറിയുന്നത്? ഈ കടാക്ഷത്തിൽ കുട്ടികൾ വരും. ഇവിടെ രക്ഷിതാക്കൾ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇങ്ങനെ പലതരത്തിലുള്ള സ്നേഹത്തിൻ്റെ സമ്മിശ്ര ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയൊക്കെ തന്നെ നമ്മെ വളർത്തുന്നവരെ സ്നേഹിക്കാനും നമുക്ക് വളർത്താനുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ സ്നേഹിക്കേണ്ടത് ആദ്യം പിന്നെന്താ പറയുക, നമ്മൾക്ക് ജന്മം നൽകിയ, നമ്മെ ആണാക്കിയ ദൈവത്തെയാണ്, അതിനെക്കുറിച്ച് വന്ന ഗുരുശ്രേഷ്ഠതയാണ്, മാതാവിനെയാണ്, പിതാവിനെയാണ്, നമ്മുടെ കുടുംബത്തെയാണെന്നുള്ള ബോധം കുട്ടികൾക്കുണ്ടായ കുട്ടികൾ ആലോചിക്കും, ഞാൻ പോയി ചാടുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ അല്ലെങ്കിൽ അച്ഛന് ഇഷ്ടമാണോ അമ്മയ്ക്ക് ഇഷ്ടമാണോ എന്ന് തോന്നലുണ്ടാവും. ആ തോന്നൽ കൊടുക്കണമെങ്കിൽ അമ്മ അത്രയും സ്നേഹമയി ആയിരിക്കണം, അച്ഛൻ അത്രയും സ്നേഹമയി ആയിരിക്കണം. സ്നേഹം എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കണം. അത് രക്ഷിതാക്കൾ പരസ്പരം ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുന്നത് കണ്ടിട്ട് കുട്ടികൾ പഠിക്കണം. ഭാര്യയും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളെ പോലെ നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് കുട്ടികൾ എങ്ങനെയാണ് സ്നേഹനിധിയായി മാറുക? ഒരു കുട്ടി കല്യാണം കഴിക്കുന്നില്ല 34-ാമത്തെ വയസ്സിലും. എന്തുകൊണ്ടാണ് കഴിക്കാത്തത്? ഭർത്താവ് ഡോക്ടറാണ്, ഉമ്മ ആ അർത്ഥത്തിൽ വലിയ ഒരു ഒരു എന്താ പറയുക ഉദ്യോഗസ്ഥയാണ്. ഉമ്മയും ബാപ്പയും കളിക്കുന്ന കളി കണ്ടിട്ട് കല്യാണത്തോട് എനിക്കൊരു താല്പര്യമില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെയും വീട്ടിലെ കുട്ടികൾ കല്യാണം കഴിക്കണ്ട എന്നുള്ള ആ മാതാപിതാക്കൾ അനുസരിക്കേണ്ടെന്നുള്ള ഒരു ബോധത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വീട്ടിലെ പ്രശ്നമാണ്, അല്ലെങ്കിൽ കുട്ടി വായിക്കുന്ന പുസ്തകത്തിൻ്റെ പ്രശ്നമാണ്, അതല്ലെങ്കിൽ കുട്ടി കാണുന്ന മീഡിയയുടെ പ്രശ്നമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരിക്കുന്നത്. പാരൻറ്റിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഞാനിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സമീറയും ഞാനുമായിട്ട് 10-25 കൊല്ലമായി ഒരുമിച്ച് ജീവിക്കുന്നത്. അവളെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഞാൻ വഴക്ക് പറയാറില്ല. എന്തുകൊണ്ടാണ്? കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്ക് പറയാത്തതുകൊണ്ടെന്ന് അവളെ മക്കാറാക്കലുണ്ട്, അവളെ ചൂടാക്കലുണ്ട്. പക്ഷെ ആ കുട്ടികൾക്കറിയാം ബാപ്പയും ഉമ്മയും തമ്മിലുള്ള ഉല്ലാസത്തിന്റെ ഭാഗമാണ്. നേരെ മറിച്ച് കർശനമായി പിടിച്ചാൽ ഞാൻ എന്താ ചെയ്യാന്നറിയാവോ? ഈ ക്ലാസ് എടുക്കുന്ന ആളെന്നുള്ളതിൽ ഞാൻ സ്വയം നിയന്ത്രിക്കടാ. ക്ലാസ് എടുക്കുന്ന ആളെ അവിടെ എന്താ പ്രശ്നം ഉണ്ടാകുന്നുണ്ടോളി? ശരി, ഞാനെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ മെല്ലെ കൂട്ടിയിട്ട് അകത്തുകൊണ്ടിട്ട് പറയും, കേട്ടോ നിന്നോട് ഞാൻ പുറത്തില്ലേ അങ്ങനെ ഇങ്ങനെ അങ്ങനെ പറയും. അതും കഴിഞ്ഞ് വളരെ സുന്ദരമായിട്ട് പുറത്ത്. ഇത് കാപട്യമല്ല, ഇതൊരു മാനേജ്മെന്റ് ആണ്. എൻ്റെ കുട്ടി, എൻ്റെ മക്കൾ കണ്ടുപഠിക്കേണ്ട സാധനമാണിത്. നല്ലത് പരസ്യമായി പറയുകയും ശാസിക്കാനുള്ളത് സ്വകാര്യമായി ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മൾക്ക് ഉണ്ടാവണം. നിങ്ങളുടെ കുട്ടിക്ക് മാത്തമാറ്റിക്സിൽ 90 കിട്ടിയിട്ടുണ്ടെങ്കിൽ 90 കിട്ടിയെന്നുള്ള ഒച്ചത്തിൽ പറയണം. ഏതെങ്കിലും വിഷയത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കുറഞ്ഞതുകൊണ്ട് സ്വകാര്യം പറയാൻ, എന്തിനാ കുറഞ്ഞ്, അത് കുറയാതിരിക്കാൻ അടുത്ത് എന്തെല്ലാം അമ്മ ചെയ്തിട്ടുണ്ട്, അച്ഛൻ എന്താ ചെയ്തിട്ടുണ്ട്, ഉപ്പ എന്താ ചെയ്തിട്ടുണ്ട് എന്നാ ചോദിക്കേണ്ടത്. നമ്മൾ കുട്ടിയെ കുറഞ്ഞതിനെ കുറിച്ച് ആദ്യം പറയുക, പിന്നെ എങ്ങനെയാ പാരന്റിങ് ശരിയാവുക? പ്രിയപ്പെട്ടവരെ, ശരി, അടുത്തേക്ക് വരാം. സോഷ്യൽ ലൈഫ്. നമ്മുടെ കുട്ടി വലിയ മാർക്കൊക്കെ വാങ്ങി, വലിയ ഉദ്യോഗസ്ഥനായി, വലിയ കാറ് വാങ്ങി, വീട് വെച്ചു, സമൂഹത്തിൽ ഒരു ഉപകാരം ഇല്ലാത്തൊരു അന്തംഗമ്മിയായിട്ട് ജീവിച്ചാലോ? ആർക്കും അറിയുമോ? ഞാൻ ഈ അടുത്ത ദിവസം ഒരു എന്താ പറയുക, ഒരു കുട്ടിയുടെ വിവാഹാലോചനയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് അന്വേഷിച്ചു. ഞാൻ അവിടുത്തെ പൗരപ്രമുഖരോടൊക്കെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കുട്ടി അവിടെ ഉള്ളതായിട്ട് ആർക്കും അറിഞ്ഞുകൂടാ. അവന് പള്ളിയിലില്ല, അമ്പലത്തിലില്ല, പിന്നെ ഒരുത്തരുമില്ല, മരണ വീട്ടിലില്ല. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പൊ ആദ്യം തന്നെ അവർ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് വേണ്ടാണ്. എന്തുകൊണ്ടാണ്? സോഷ്യൽ ലൈഫില്ല. നമ്മുടെ കുട്ടി എവിടെ വളരുന്നു, എവിടെ പഠിക്കുന്നു, ഏത് രീതിയിൽ ഇടപെടുന്നു എന്നുള്ളത് സമൂഹം നോക്കിക്കാണുന്നുണ്ട്. നമ്മുടെ ഒരു അഡ്രസ്സ് ഉണ്ടാവണം. ഒരു മരം നട്ടിട്ട് തണൽ കൊടുക്കുന്നവനാണോ? ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവിലേക്ക് പോകുന്നതാണോ നമ്മുടെ കുട്ടി? നമ്മുടെ കുട്ടി ഒരു കല്യാണ വീട്ടിൽ ഭക്ഷണം എടുത്തു കൊടുക്കാൻ പറ്റുന്ന ആളാണോ? നമ്മുടെ വീട്ടിലൊരു കുട്ടി പിന്നെ ഒരു യാചകം വന്ന മാന്യമായി പെരുമാറുന്ന കുട്ടിയാണോ? നമ്മുടെ വഴിയിൽ ഒരു എന്താ പറയുക, ഒരു മാലിന്യം കണ്ടാൽ അത് എടുത്തു മാറ്റാനുള്ള കഴിവ് നമ്മുടെ കുട്ടികൾക്കുണ്ടോ? A+ മാത്രം പോരല്ലോ. ഇതും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. സോഷ്യൽ ലൈഫ് വേണം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ബില്ലിലേക്ക് വരികയാണ്. ഫൈനാൻഷ്യൽ ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടികൾക്ക് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർ നമ്മളാണ്. നമ്മളിപ്പോൾ മാളുകളിൽ പോകുമ്പോൾ ആദ്യമേ ബജറ്റ് പറയണം. ഇന്ന് നമ്മൾ 4500 രൂപയുടെ പർച്ചേസാണ് ഉദ്ദേശിക്കുന്നുള്ളൂ, കാരണം അത്രയാണ് ഈ പ്രാവശ്യത്തെ ബജറ്റ്. എന്നാൽ കുട്ടികൾ
അവർ കുഞ്ഞു പ്രായത്തിലായിരുന്നെങ്കിൽ അവർ ചോദിച്ചിട്ടേ വാങ്ങും, പാവയ്ക്ക് ഇത്ര പൈസ, ഈ പാവ വാങ്ങാൻ പറ്റുമോ, നമ്മുടെ ബജറ്റ് കൊള്ളുമോ എന്ന് കുട്ടി ചോദിക്കും. അതുകൊണ്ട് കുട്ടിക്ക് അനാവശ്യമായ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അച്ഛനും അമ്മയും ഈ ബജറ്റ് നിർണ്ണയിച്ചു കൊടുക്കാത്തത് കൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അച്ഛൻ മലരാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുകയായിരിക്കും. അവിടുത്തെ ബക്കാലയിലും ബൂഫിയയിലും ബിൽഡിംഗ് നോക്കിയിട്ടും പെയിൻ്റ് അടിച്ചിട്ടും അതുപോലെ തന്നെ മറ്റ് റോഡ് പണി ചെയ്തിട്ടും അല്ലെങ്കിൽ ഉദ്യോഗം ചെയ്തിട്ടും ഒക്കെ തന്നെ കിട്ടുന്ന പൈസ ഭാര്യയുടെ മാറത്തെ ചൂട് മറന്ന് അങ്ങകലെ മലരാരണ്യത്തിൽ, അല്ലേ, നമ്മൾ പാട്ട് കേട്ടതല്ലേ, അല്ലെ, കത്തുകളുണ്ട് എനിക്ക് ആഴ്ചക്ക്, സ്വത്തുകളുണ്ട് എനിക്ക് ഒരുപാട്, പക്ഷേ എന്തില്ല, പ്രിയപ്പെട്ട മാരൻ അടുത്തില്ല എന്നുള്ള നെഞ്ചിന്റെ വേദന അറിയുന്നവരല്ലേ പ്രവാസികളുടെ ഭാര്യമാര്. കത്തുകളുണ്ട് എനിക്കാഴ്ചക്ക്, സ്വത്തുകളും എന്നാ വേറെ കാഴ്ചക്ക്, എങ്കിലും കണ്ണീരാണന്തിക്ക്, എങ്ങനെ ഞാൻ വാഴും ഏകയായി. പാട്ടൊന്നും വെറുതെ പറയുന്നല്ല, ജീവിതത്തിൻ്റെ പച്ച യാഥാർത്ഥ്യങ്ങളാണ്. അവരവിടെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിലെ സിംഹഭാഗം കുട്ടികളുടെ ദൂരത്തിലൂടെയും അതുപോലെ തന്നെ ദുഷ്നടപ്പിലൂടെയൊക്കെ ചെലവാക്കുന്ന ഭാര്യമാർ, മക്കൾ, സങ്കടമാണ്. ഇത് കുട്ടികളെ പഠിപ്പിക്കേണ്ട ആരാണ്? ഫൈനാൻഷ്യൽ ലൈഫ്, ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. ബജറ്റ് എഴുതി വെക്കണം. പാലിന് ഇത്ര ചിലവായി, അതുപോലെ തന്നെ ബസ്സിന് ഇത്ര കൊടുത്തു മോന്, അതുപോലെ തന്നെ രോഗം, ആശുപത്രിക്ക് ഇത്ര കൊടുത്തു, മാമൂലുകൾക്ക് ഇത്ര കൊടുത്തു, വസ്ത്രത്തിന് ഇത്ര കൊടുത്തു എന്ന് ഒരു മാസത്തെ അക്കൗണ്ടിങ് എങ്കിലും പഠിച്ചാൽ മതി. ആ അക്കൗണ്ടിങ് പഠിച്ച് കുട്ടിയൊക്കെ ഒന്ന് എഴുതി കൊടുത്താൽ കുട്ടിയൊക്കെ അറിയാം അടുത്ത പ്രാവശ്യം എത്ര ചിലവാക്കാൻ പറ്റും, അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും, എവിടെയാണ് കുറച്ച് കൊണ്ടുവരേണ്ടത്. പ്രിയപ്പെട്ടവരെ, പണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടിയോട് ചോദിക്കണം, മോനെ നിനക്ക് എത്ര പൈസ ശമ്പളം കിട്ടുന്ന ജോലിയാണ് വേണ്ടതെന്ന് കുട്ടിയോട് ചോദിക്കാം. നീ വലുതായി ഉമ്മയും ബാപ്പയൊക്കെ തന്നെ ക്ഷീണിച്ച് രോഗിയൊക്കെ ആയിക്കഴിഞ്ഞാൽ മോന് എത്ര റൂമുള്ള വീടാ വേണ്ടത്, ഏത് കാറാ മോൻ വാങ്ങുക, മോന് രാവിലെ തന്നെ പോകുന്ന ജോലിയാണോ ഇഷ്ടം, അല്ല വൈകിട്ട് പോകുന്ന ജോലിയാണോ ഇഷ്ടം, അല്ല രാത്രി പോകുന്ന ജോലിയാണോ ഇഷ്ടം, മോന് സ്വന്തം വീട്ടിൽ ചെയ്യുന്ന ജോലിയാണോ ഇഷ്ടം, നാട്ടിൽ ചെയ്യുന്ന ജോലിയാണോ ഇഷ്ടം, വിദേശത്ത് പോകുന്ന ജോലിയാണോ ഇഷ്ടം, കടലിൽ പോകുന്നതാണോ ഇഷ്ടം, ആകാശത്ത് പോകുന്നതാണോ ഇഷ്ടം, എത്ര വരുമാനം വേണം ഒരു മാസത്തേക്ക്, 1 ലക്ഷം മതിയോ, 2 ലക്ഷം മതിയോ, 20,000 മതിയോ, 18,000 മതിയോ, അതല്ല 4 ലക്ഷം വേണോ, 10 ലക്ഷം വേണോ, ഇത് കുട്ടികളോട് ഇപ്പോഴേ ചോദിക്കണം. അത് ചോദിക്കുമ്പോഴാണ് കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവുക ഈ പൈസ കയ്യിൽ വരണമെങ്കിൽ അതിന് പറ്റിയ ജോലി വേണം. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് മെച്ചപ്പെട്ട ശമ്പളം കിട്ടുക. സാധാരണക്കാർക്ക് ബക്കാലയിലും ബൂഫിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് 2,000 ഉറുപ്പ്യ കിട്ടും, അല്ലെങ്കിൽ 3,000 ഉറുപ്പ്യ കിട്ടും, അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുമായിരിക്കും. പക്ഷേ അങ്ങനെ കച്ചവടം ചെയ്ത് യൂസ്ഫുള്ളി ആയ ആൾക്കാർ വളരെ കുറവാണ്. കുട്ടികൾ പറയും ഞാൻ മെസ്സി ആകാൻ പോവാണ്. ആയിക്കോട്ടെ, ഇനി മെസ്സി ആയിക്കോ. മെസ്സി എത്ര കോടിയിലൊരു മെസ്സിയാ? എന്നാൽ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, പൈലറ്റുമാർ, അതുപോലെ തന്നെ ഗുമസ്തന്മാർ ഒരുപാട് ആളത്തിൽ ചെയ്യില്ലേ, ജോലി ചെയ്യുന്നല്ലേ? ഈ ചോദ്യം കുട്ടികളോട് ചോദിക്കുമ്പോഴാണ് കുട്ടികൾക്ക് കരിയറിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുക. ഈ കരിയറിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വീട്ടിൽ നിന്ന് ചോദിക്കുന്ന രക്ഷിതാക്കളാക്കി നിങ്ങൾ മാറും. അങ്ങനെ ഒരു മാറ്റം കുട്ടികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അവിടെ എത്തണമെങ്കിൽ കുടുംബത്തിലെ ഡോക്ടർ അനീസയെ പോലെ, ഡോക്ടർ ചാന്ദിനിയെ പോലെ, ഡോക്ടർ മുഹമ്മദിനെ പോലെയൊക്കെ നിങ്ങൾക്ക് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടർ പീയൂഷിനെ പോലെ ആകണമെങ്കിൽ, അല്ലെങ്കിൽ എഞ്ചിനീയർ പീയൂഷിനെ പോലെ, അല്ലെങ്കിൽ സിവിൽ സർവീസ് ഓഫീസർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ. അവർ പഠിച്ചത് നീറ്റിന് പഠിക്കണം, താറവായിട്ട് പഠിക്കണം, ഇരുന്ന് പഠിക്കണം, ഉറക്കൊഴിഞ്ഞ് പഠിക്കണം, JEE പഠിക്കണം, അതുപോലെ തന്നെ UCED എന്ന് പറയുന്ന പരീക്ഷയുണ്ട്, അതുപോലെ തന്നെ CUET എഴുതണം, ഐസറിൽ പോവാം. എൻ്റെ ഒരു സുഹൃത്ത് നൗഷാദിൻ്റെ മകന് ഐസറിൽ പോയി പഠിച്ച് ഇപ്പോൾ അവന് യൂറോപ്പിലാണ്. 18 കോടിയാണ് അവന് കിട്ടിയ സ്കോളർഷിപ്പ് തുക. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കുട്ടികൾ മോട്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കും, ഒരു സംശയവും വേണ്ട. കണ്ട ഇതിലൊന്നും പോവില്ല. കരിയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിയപ്പെട്ടവരെ, ഇത് കരിയർ നന്നായാൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാകും. നിങ്ങൾ ഒരുപാട് പൈസ വാങ്ങി, ശമ്പളം വാങ്ങി ബാങ്കിൽ ഇട്ടിട്ട് എന്താ കാര്യം? നിങ്ങൾ നല്ല പെർഫ്യൂം ഉപയോഗിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല വീട് വെക്കണം, നല്ല വാഹനം വാങ്ങണം, നല്ല പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കണം, വൈവിധ്യമാർന്ന ഭക്ഷണം കഴിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കുകയും വേണം. ഇങ്ങനെ പറയുക ക്വാളിറ്റി ഓഫ് ലൈഫ്. ചില ആൾക്കാർ പണം ഒരുപാട് ബാങ്കിലിട്ടിട്ട് ഇങ്ങനെ നായി ജീവിക്കുന്ന പോലെ ജീവിക്കുന്നില്ലേ? അങ്ങനെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് കുട്ടി കാണുകയാണ്. നായി ജീവിക്കുന്ന പോലെ. ഉമ്മയ്ക്കും ജോലിയുണ്ട്, ബാപ്പയ്ക്കും ജോലിയുണ്ട്. ഒരിക്കലും ഞാനൊരു കുട്ടിയോട് ചോദിച്ചു, നിനക്ക് ആരാവാൻ ആഗ്രഹം? കുട്ടിയുടെ മറുപടിയാണ്, എനിക്കൊരു നല്ല ഭാര്യയാവണം. അപ്പോൾ ഞാൻ എന്താ കാര്യം? സാറേ, എൻ്റെ മാതാവ് ഭയങ്കര ഉദ്യോഗസ്ഥയാണ്, നല്ല ശമ്പളമുണ്ട്, ബാപ്പയും ഭയങ്കര ഉദ്യോഗസ്ഥനാണ്, പക്ഷേ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലവിലിയാണ് സർ ജീവിതത്തിൽ. അന്ന് ഞാൻ തീരുമാനിച്ചാണ് വലിയ ജോലിയല്ല വേണ്ടത്, ആദ്യം സ്നേഹിക്കുന്നൊരു ഭാര്യയായി മാറണം, സ്നേഹിക്കുന്നൊരു ഭർത്താവായി മാറണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടവർ, ഇതിനൊക്കെ എന്ത് വേണമെന്നറിയാവോ? ലൈഫിനൊരു വിഷൻ വേണം. ഈ ലൈഫിന് വിഷൻ ഉണ്ടാകുന്ന ഭാഗം
ജീവിച്ചതാണ്, മരിക്കേണ്ടതാണ്, ജനിച്ചതുകൊണ്ട് മരിക്കണം. അതിനിടയിൽ കിട്ടുന്ന ഈ സമയത്ത് ധന്യമാക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, CBSE പഠിക്കുന്ന കുട്ടികളുണ്ട്, സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് കൃത്യമായ സമയമുണ്ട്. ആ സമയത്തിനനുസരിച്ച് എങ്ങനെ കുട്ടികളെ വളർത്താം? അതിന് ചെയ്യേണ്ട കാര്യം എന്താ? ഒരു ദിനചര്യ ഉണ്ടാക്കണം. അതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾ പോയിട്ട് ഇന്ന് ഇസ്മായിൽ മാഷ ക്ലാസ് കേട്ടിട്ടുണ്ട്, ഒരു ദിനചര്യ ചാർട്ട് ഉണ്ടാക്കുക, നടക്കൂല. മോനെ വിളിച്ചിരുത്തുക, മോളെ വിളിച്ചിരുത്തുകടാ, കുറച്ച് കാലമായി ഉമ്മ ഇങ്ങനെ പടപടാ പറയുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. മോന് പറ്റുന്ന സമയം മോൻ എഴുതാ. മോനെ സഹായിക്കാൻ ഉമ്മ നല്ല ചൂട് കാപ്പി, കട്ടൻ ചായ, അണ്ടിപ്പരിപ്പ്, അതല്ല പഴമ്പുഴുങ്ങി അതാണെങ്കിൽ അത് ഉമ്മ ഉണ്ടായിത്തരാം. മോനെ TV ഓഫാക്കണേ, അതും ഓഫായി തരാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, വീട്ടിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ പരീക്ഷ എഴുതുന്നൊരു കുട്ടി പഠിക്കുന്ന വീടാന്നുള്ള ഒരു പെരുമാറ്റ സംഹിത നിങ്ങൾ ഉണ്ടാക്കണം. അത് കുട്ടികളോട് ചേർന്ന് ഉണ്ടാക്കണം. വല്യമ്മനോട് പറയണം, വല്യമ്മ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, പഴയ കഥയൊന്നും പറയല്ലേ, മോൻ പഠിക്കുകയാണ്, കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ഒന്ന് പഠിച്ചോട്ടെ എന്ന് പറയാം. അതിനെന്ത് വേണം? ന്യൂസ് പ്രിന്റ് ഉണ്ടാക്കി കൊടുക്കണം. അതിനെന്ത് വേണം? കളർ ചെയ്യാനുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കണം. ഒട്ടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. മനസ്സിലാണ്ടല്ലോ? ദിനചര്യ ഉണ്ടാക്കണം, കൃത്യമായി എഴുന്നേക്കാനുള്ള ശീലം ഉണ്ടാക്കണം. പിന്നെയോ, ചെയ്ത പാഠങ്ങൾ ചെയ്ത് പഠിക്കാനുള്ള ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കണം. നല്ല കസേര. ചില കുട്ടികൾ, ഇപ്പോൾ അടുത്ത ദിവസം എൻ്റെ മോന് തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇരുന്നിട്ട് ഇവിടെ ഊരവേദന എന്ന് വാപ്പാന്ന് പറഞ്ഞു, ഹിപ്പ്. ഞാൻ പറഞ്ഞു, അത് ഇരിക്കല്ലേ, ഒരു വല്ലാത്ത ഇരുത്തമാണ്. അപ്പോൾ നമ്മൾ ഇരിപ്പിടത്തെക്കുറിച്ച് അവിടുത്തെ സാറോട് പറയും, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അവൻ്റെ ഇരുത്തത്തിന്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കംഫർട്ടബിൾ ചെയർ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ അതിന് ചികിത്സ കൊടുക്കേണ്ടി വരും. പിന്നെ സ്കൂൾ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇപ്പം പരീക്ഷയെല്ലാം കഴിഞ്ഞല്ലോ, പ്രാക്ടിക്കൽസെല്ലാം കഴിഞ്ഞോ, അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് എല്ലാം കൊടുത്തോ, മോനെ ഏത് വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടേണ്ടത്? ഓനോട് പറയുക, ഏറ്റവും കൂടുതൽ A+ കിട്ടുന്ന വിഷയങ്ങൾ മുകളിലാക്കി എഴുതുക. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, സംസ്കൃതം ആണെങ്കിൽ സംസ്കൃതം, സയൻസ് ആണെങ്കിൽ സയൻസ്, താഴോട്ട് ഏറ്റവും വിഷമമുള്ള വിഷയം എഴുതുക. അപ്പോൾ അവനോട് ചോദിക്കുക, ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കേണ്ട ഏതിനാ? ഏറ്റവും കൂടുതൽ സമയം ചെയ്യുന്നത് താഴെയുള്ള വിഷയത്തിനാണ്. എന്നാൽ മറ്റേത് ബലി കഴിച്ചാണോ ചിലവഴിക്കേണ്ടതല്ല. എന്താ ചെയ്യേണ്ടത്? ആദ്യം എളുപ്പം പഠിക്കുന്ന സാധനം. മൈക്ക് ടൈസൻ്റെ ഒരു കഥ പറയാറുണ്ട്. മൈക്ക് ടൈസൺ രാവിലെ നല്ല ഗുസ്തി വിദഗ്ധനാണ്. മൈക്ക് ടൈസനോട് ആരോ ചോദിച്ചു, അല്ല എങ്ങനെയാണ് ഇങ്ങനെ എല്ലാ മത്സരങ്ങളും ഒന്നാമത് ജയിക്കാനുള്ള കാരണം? അപ്പോൾ മൈക്ക് ടൈസൺ പറഞ്ഞ കാര്യം എന്ന് പറയാമോ, ഞാൻ കാലത്ത് ഒരു ദുർബലനായ എൻ്റെ അയൽവാസിയുമായിട്ട് മല്ലയുദ്ധം കഴിഞ്ഞാണ് വരുന്നത്, അദ്ദേഹത്തെ പരാജയപ്പെടുത്തി എന്നുള്ള ഒരു ആത്മവിശ്വാസമായിട്ടാണ് ഞാൻ വരുന്നത്. ഇതുപോലെ എനിക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് ഞാൻ ആദ്യം അങ്ങ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൽ ഫുള്ള് A+ കിട്ടും, അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടും. അതുകൊണ്ട് അടുത്ത ഫിസിക്സേ കെമിസ്ട്രിയെ വഴിയെ വന്നോളും. ആസിഡുകൾ ഏത് തരമാണ്, ഓക്സി ആസിഡുകൾ അല്ലെങ്കിൽ ഹൈഡ്രോക്സി ആസിഡുകൾ, അതല്ലെങ്കിൽ അതിൽ ഏതൊക്കെ ആസിഡുകളാണ് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ളത്, അതൊക്കെ ഞാൻ പഠിച്ചെടുക്കും. അപ്പോൾ സിട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ, ലാക്റ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ, ടാർട്ടാറിക് ആസിഡ് എന്ന് പറയുമ്പോൾ, സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രത്യേകതകൾ, നൈട്രിക് ആസിഡിൻ്റെ പ്രത്യേകതകൾ, അതൊക്കെ ഹാരായിട്ട് പഠിക്കാൻ തുടങ്ങും. ഇത് കുട്ടിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയണം. പിന്നെയോ, പറ്റുമെങ്കിൽ പിന്നെ നിങ്ങളൊന്ന് ഇരുന്ന് കൊടുക്കുക. അമ്മ ഇന്ന് 10 മിനിറ്റ് ഇരിക്കും, അല്ലെങ്കിൽ 20 മിനിറ്റ് ഇരിക്കും, മോനൊന്ന് വായിക്കുക, എഴുതുക, ഞാൻ 4 ചോദ്യം ഇടും. ഇപ്പോൾ ചോദ്യം ഇടാൻ പ്രശ്നമില്ല, ChatGPT പോയി ചോദ്യം കിട്ടാൽ മതി. മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻ ഇൻ ചാപ്റ്റർ 1 ഓഫ് ഫിസിക്സ് 10th സ്റ്റാൻഡേർഡ് എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യം ഇട്ടിരും. പിന്നെ അതിൻ്റെ ഇടയിൽ പ്ലീസ് ഗീവ് ദ ആൻസർ. ചോദ്യം കുട്ടിക്ക് വായിച്ചു കൊടുക്കുക, ചോദ്യം കുട്ടി ചെയ്യും, അത് ചെയ്യും. പിന്നെ പത്രം വായിപ്പിക്കണം. പത്രത്തിൽ ഇന്ന് വന്ന സാധനം ഞാൻ വായിച്ചത്. ആസിഡുകൾ എത്ര തരം? 3 തരം ആസിഡുകളുണ്ട്. ആ ആസിഡുകളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ആസിഡുകൾ ഏതാണ്, അതിൻ്റെ പ്രത്യേകം എന്താണ്, സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രത്യേകം എന്താണ്, ഇങ്ങനെ കുറേ സാധനമുണ്ട്. അതൊക്കെ പത്രം വായിച്ചാലും കിട്ടും. നമ്മൾ ചെയ്യണം. ഉമ്മ വായിച്ചിട്ട് കൊടുക്കണം, അമ്മ വായിച്ചിട്ട് കൊടുക്കണം, പേപ്പർ കട്ട് ചെയ്ത് കൊടുക്കണം. കുട്ടികൾക്ക് അയച്ചു കൊടുക്കുന്ന മെസ്സേജുകൾ ഇമോജി മാത്രമായി പോകരുത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കുറിപ്പുകൾ വായിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. അത് ഒട്ടിച്ച് കൊടുക്കണം. വീട്ടിലൊരു ബോർഡ് ഉണ്ടാക്കണം. ഞാൻ ഈ TV ഇവിടെ വെക്കുന്നതിന് മുമ്പ് ഇവിടെ ബ്ലാക്ക് ബോർഡ് ആയിരുന്നു. ഈ ബ്ലാക്ക് ബോർഡിൽ കുട്ടികൾക്ക് എഴുതാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവർ 3 ആളും വളർന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അത് മാറ്റി. എളുപ്പം കഴിയല്ലോ, ചെറിയ പിന്നെന്താ പറയുക, റീഡിസൈനിങ് നടത്തി. ഇതുപോലെ വീട്ടിൽ ഒരു ബോർഡ് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. ശരി. അതുപോലെ തന്നെ വികാരങ്ങൾ തിരിച്ചറിയാനും പ്രകടിപ്പിക്കാനും പഠിപ്പിക്കുക വളരെ പ്രധാനമാണ്. കുട്ടിക്ക് ക്രഷ് ഉണ്ടാവും, കുട്ടിക്ക് മറ്റേതുണ്ടാവും, അവിടെ കുട്ടികൾ പൊട്ടിത്തെറിക്കും. ചിലപ്പം ഈ പീരിയഡ്സിൻ്റെ സമയത്ത് കുട്ടികൾ പൊട്ടിത്തെറിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കിട്ടാത്തതിൻ്റെ പേരിൽ അടിച്ചു പൊളിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനൊക്കെ സമ്മതിച്ചു കൊടുക്കണം. അതിൻ്റെ പേരിൽ അകത്ത് പോയി വാതിലടച്ച് കുറ്റിയൊക്കെ ഇടും. ഉറപ്പാണ് ആൺകുട്ടികളുടെ വീട്ടിൽ. കാരണം എന്താ? വാശിയാണ്, അവരെ ചിറക് വിടർത്തുകയാണ്. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതപ്പീരി തന്നു എന്ന് പറയുന്ന പാട്ട് പാടുന്നേരം, മോനെ നിനക്ക് ജീവിതപ്പീരി ഞാൻ തന്നത് എത്ര കുടഞ്ഞിട്ടും എത്ര കടിച്ചിട്ടും എത്ര പരണ്ടിയിട്ടൊക്കെ ആണെന്നറിയാവോ? അപ്പോൾ കുട്ടി പറയും, ഒരു കുഞ്ഞു ഇനി ഒരുത്തേലും പോവുക എനിക്കാവൂല അമ്മയെന്ന് പറയും. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേത് സ്വർഗം വിളിച്ചാലും അമ്മേ നിങ്ങളെടുത്ത് എന്നെ തിരിച്ചു വരണം.
അല്ലേ? അച്ഛാ, നിങ്ങളടുത്ത് തന്നെ എനിക്ക് തിരിച്ചു വരണമെന്ന് കുട്ടികൾ ആ അമ്മയോടും അച്ഛനോടും പറഞ്ഞുകൊണ്ടിരിക്കും. ജീവിതപാതകളിൽ ഇനി എന്നിനി കാണും നാം, മറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ പുണ്യം പുലർന്നിടുമോ, പുണ്യം പുലർന്നിടുമോ. ഇതൊക്കെ ദയയും സഹാനുഭൂതിയൊക്കെ കൊടുക്കണം. അമ്മ കരയും, അച്ഛൻ കരയും, അവരൊക്കെ മനുഷ്യന്മാരാണ്, ശിലാഹൃദയരല്ല എന്നത് കുട്ടിക്ക് ബോധ്യപ്പെടണം. സ്നേഹം വീട്ടിൽ വെക്കേണ്ട പാലല്ല, അത് ചുരത്തേണ്ടതാണ്. നല്ല സൗഹൃദങ്ങൾ വളർത്താൻ കുട്ടിയെ സഹായിക്കണം. അമ്മയുടെ കഥ പറഞ്ഞു കൊടുക്കണം, അച്ഛൻ്റെ കഥ പറഞ്ഞു കൊടുക്കണം, പ്രേമിച്ച് നഷ്ടപ്പെട്ട ആൾക്കാരുടെ കഥ പറഞ്ഞു കൊടുക്കണം. പ്രേമിച്ച് മയക്കുമരുന്നിന് അടിമയായിപ്പോയ ചങ്ങായിയുടെ കൂടെ പോയിട്ട് പിന്നെ ജീവിതം കുഴഞ്ഞാട്ടയായി പോയ ആൾക്കാരെ കഥ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കും. അവർ പെട്ടെന്നൊരു എന്താ പറയുക, ഒരു മാഡ് ആയിട്ട് ഒരാളെ അങ്ങ് ചൂസ് ചെയ്യില്ല. ഒന്നും രണ്ടും കൊല്ലം എടുത്തിട്ടൊക്കെ സൗഹൃദം എടുക്കും. വിവാഹത്തിന് മുമ്പ് അങ്ങ് ചെയ്യേണ്ടി വരും. ശരി, ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തുക. ഉറക്കം അത്യാവശ്യമാണ്. പോഷകമായ ഭക്ഷണം നൽകണം. 1 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യപ്പെടുന്നു. സ്ക്രീൻ സമയം പരമാവധി പരിമിതപ്പെടുത്തുക. എന്താ വഴി? നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ പോരാ, മക്കളോട് ചോദിക്കണം. പരീക്ഷയ്ക്ക് അടുക്കല്ലേ, എന്തൊക്കെയാണ് നമ്മൾ മാറ്റം വരുത്തുന്നത് ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, അച്ചടക്കം നൽകണം. നല്ല പെരുമാറ്റത്തെ പ്രശംസിക്കണം. വ്യക്തമായ നിയമം വെക്കണം. കുട്ടികളുമായി തുറന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യണം. തെറ്റുകൾക്ക് സ്വാഭാവികമായ പ്രത്യാഘാതങ്ങൾ നൽകുകയും ചെയ്യണം. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങി. ഇപ്പോൾ പരീക്ഷ വരാൻ പോവാണ്, ക്രിസ്മസ് പരീക്ഷ വരാൻ പോവാണ്, മോഡൽ എക്സാം വരാൻ പോവാണ്, ആനുവൽ എക്സാം വരാൻ പോവാണ്. നിങ്ങളായിട്ട് കരാറുണ്ടാക്കുക. നിങ്ങൾ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക. ഞങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ട് എന്നെ ഈ പ്രാവശ്യം തലശ്ശേരിയിൽ നിന്നൊരു മോള് വിളിച്ചിട്ടുണ്ട്. ഇസ്മയിൽ സാറേ, ഞാൻ ചെന്താ സാറേ, ഞാൻ ആദ്യം വിളിക്കുന്നത് നിങ്ങളെയാണ്. ഞാൻ തള്ളുകല്ലേ, തള്ളുവാസം ഒന്നും വിളിക്കണ്ടേ, തള്ളല്ല. അവൾ വിളിച്ചിട്ട് പറയും, ഞാൻ സാറേ ഞാൻ വിളിക്കാൻ പറ്റും. കാരണം ഞാൻ ആ ക്ലാസ് കേട്ടതിന് ശേഷമാണ് സാർ എനിക്ക് മാറാൻ കഴിയുന്നുള്ള തോന്നലുണ്ടായി. ഞാനാവാൻ തീരുമാനിച്ചു. ഞാൻ പഠിച്ചു സാർ. ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികളെക്കാട്ടിലൊക്കെ ഫുൾ A+ വാങ്ങി. എനിക്ക് പ്രതീക്ഷ, എന്നെ ആരും പ്രതീക്ഷയില്ല, രക്ഷിതാക്കളും പ്രതീക്ഷയില്ല, പിന്നെ ടീച്ചേഴ്സും. പക്ഷെ സാറ് തന്ന ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഞാനങ്ങ് അത് വെച്ച് വളർന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമായി. ഇങ്ങനെ എത്ര മക്കളുണ്ട് ഉദിച്ചു വരാൻ കാത്തിരിക്കുന്നു, അല്ലേ? ആ രീതിയിലേക്ക് മാറണം. അതിനെന്താ വേണ്ടി? നല്ല മികവാർന്ന വിദ്യാലയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് IME ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കുട്ടികൾ, പ്രതിബദ്ധരായ അധ്യാപകർ, ഉത്തരവാദിത്തമുള്ള രക്ഷിതാക്കളാണ് ഏറ്റവും നല്ല വിദ്യാലയം ഉണ്ടാവുക. അത്തരത്തിലുള്ള അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ചേർന്നാൽ നാട്ടിൽ അസ്വാരസ്യങ്ങളുടെ എണ്ണം കുറയും, അനാശാസ്യങ്ങളുടെ എണ്ണം കുറയും, നന്മകൾ പെരുകും. പ്രിയപ്പെട്ടവരെ, ഇതിനെന്ത് ചെയ്യണം? നിരീക്ഷണ പുരോഗതി നടത്തണം. ഗ്രേഡുകൾ പരിശോധിക്കണം. അടുത്ത ഗ്രേഡ് വർദ്ധിക്കുന്നുണ്ടോ നോക്കണം. അതിന് സമയം സ്ഥാപിക്കണം. വൈകാരികമായ പിന്തുണ കൊടുക്കണം. ഇതിനുള്ള പ്രായോഗികമായ തന്ത്രം എന്താണ്? പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉത്കണ്ഠ നിയന്ത്രിക്കാൻ കുട്ടികളെ സഹായിക്കുന്നതിന് പ്രകടനം വർദ്ധിപ്പിക്കും. പരീക്ഷാ നാളുകൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യും. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് ധ്യാനം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. നന്നായിട്ട് ഒരുത്തേ സ്വസ്ഥമായിട്ടിരിക്കുന്നു, നട്ടൽ നിവർത്തി വെക്കുന്നു, ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, ഉള്ളിലേക്ക് ശ്വാസം വലിക്കുന്നു. ആ വലിച്ചു വിടുന്ന ശ്വാസത്തിലൂടെ ഓക്സിജൻ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായി കാണുന്നു. പുറത്തേക്ക് ശ്വാസം വിടുന്നു. ആ വിടുന്ന ശ്വാസത്തിൽ ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നു. കുറേ നേരം പിന്നെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ കോൺസെൻട്രേഷൻ വർദ്ധിക്കും. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചൊരു 3 തവണ നിങ്ങൾ വേണമെങ്കിൽ ഇരുന്നിടത്തൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് മറ്റൊരു പ്രശ്നം ഉണ്ടാകും. കോൺസെൻട്രേഷൻ ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ വഴി അതാണ്. പഠിച്ചാൽ മറന്നു എന്ന് പറയുന്നു. പഠിച്ചാൽ മറന്നു പോകാതിരിക്കാനുള്ള തന്ത്രം എന്താ? പഠിച്ചാൽ മറന്നു പോകാതിരിക്കാനുള്ള വഴി ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടും കേട്ടും കല്ലിൽ ഉറച്ചാൽ കല്ലിൽ എഴുത്തായി തീർന്നിടും. കാണണം, കേൾക്കണം, ചെയ്യണം. 3 എന്താണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച സാധനത്തെ നേരത്തെ അറിവുള്ളതായിട്ട് ബന്ധിപ്പിക്കണം. പഠിക്കുന്ന സാധനത്തെ വലിപ്പത്തിൽ പഠിക്കരുത്, ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി പഠിക്കണം. രക്ഷിതാക്കളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികൾക്കാണ് ഈ ക്ലാസ് എടുക്കേണ്ടത്. ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി പഠിച്ചാൽ കുട്ടികളോട് ഒരിക്കലും മറന്നുപോകില്ല. എന്തൊക്കെയാ 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ? പഠിക്കുന്നതിനാ ലോകയുദ്ധം പിന്നെ ഉണ്ടാക്കേണ്ടിയിട്ടാ? അല്ല. ആ ലോകമഹായുദ്ധം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ മനുഷ്യൻ്റെ വികാരമായിരുന്നു, സ്നേഹമായിരുന്നു, ആർത്തിയായിരുന്നു, അല്ലേ? വാസവദത്തെയും കരുണയും അതുപോലെ തന്നെ ലീലയും ഒക്കെ തന്നെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാ? മനുഷ്യന്മാർ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. വിശപ്പിനു വിഭവങ്ങൾ വെറുപ്പോളം അശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാൺകിൽ കൊതിയാമാർക്കും. കുമാരനാശാന്റെ വരിയാണ്. വിശപ്പിന് എത്ര തിന്നാലും മനുഷ്യന് വിശിഷ്ട ഭോജ്യം കണ്ടാൽ കൊതി തോന്നും. അത് സ്വാഭാവികമാണ്. ആ പാഠം കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ കുമാരനാശാൻ വെറും 2 മാർക്കിന് ചോദ്യോത്തരമായിട്ടല്ല മാറുക. കുമാരനാശാൻ എന്ന് പറയുന്ന ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിൽ, വൈതരണികളിൽ വെളിച്ചം കാട്ടുന്ന ഒരു തുള്ളി വെളിച്ചമായിട്ട് അമാവാസികളിൽ വന്നണയുന്ന ഒരു സാന്നിധ്യമായി തീരും. ഏകാന്തതയുടെ അമാവാസിയിൽ എനിക്ക് വീണ് കിട്ടിയ ഒരു തുള്ളി വെളിച്ചമാണ് കവിത ONV പറയുന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, CBSEയും സ്റ്റേറ്റ് സിലബസും വ്യത്യാസം എന്താ നോക്കാം. CBSE ഇപ്പം മാറിയിട്ടുണ്ട്. അപ്ലിക്കേഷൻ, പ്രായോഗികമായിട്ടുള്ള പരിപാടികൾ, യുക്തി ചിന്ത, പ്രശ്നപരിഹാര കഴിവ്, പ്രോബ്ലം സോൾവിങ്, അതുപോലെ തന്നെ ലോജിക്കൽ തിങ്കിങ്,
അതുപോലെ ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ CBSE ചോദിക്കുന്നത്. എന്നാൽ കേരള സിലബസ് ഇപ്പോഴും കണ്ടന്റ് ബേസ്ഡ് ആയ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. CBSE പരീക്ഷയിൽ പഠിച്ചെഴുതിയ കുട്ടിക്ക് മത്സര പരീക്ഷകളിൽ വരുന്ന ചോദ്യത്തെ അനായാസേന അഭിമുഖീകരിക്കാൻ കഴിയും. കാരണം അവൻ ശീലിച്ചു വന്ന ഒരു പാറ്റേണിലാണ് നീറ്റ്, JEE, അതുപോലെ തന്നെ CUET ഒക്കെ തന്നെ വരുന്നത്, ക്ലാറ്റും ക്ലിയൊക്കെ വരുന്നത്, UCD ഒക്കെ വരുന്നത്. അതുകൊണ്ട് കുട്ടികളോട് കാണാപ്പാഠം പഠിക്കാനല്ല പറയേണ്ടത്, പഠിക്കുന്നത് മനസ്സിലാക്കി പ്രശ്നപരിഹാരത്തിന് പഠിക്കണമെന്ന് പറയണം. അത് പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുമെന്ന് പറയണം. പണ്ടത്തെ പോലെ വാരി വലിച്ച് എഴുതിയാൽ മാർക്ക് കിട്ടുന്ന രീതിയല്ല, അത് മാറി ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ തന്നെ ആദ്യത്തെ 10 ചോദ്യം ഓരോ മാർക്കിൻ്റെ ചോദ്യമാണ്. ടെക്സ്റ്റ് വായിക്കാതെ തരികിടിലങ്ങ് ജയിച്ചാൽ പറ്റുന്ന വിചാരിക്കുന്ന കുട്ടികൾക്ക് നടക്കൂല. ടെക്സ്റ്റ് വായിച്ച് കവിത എഴുതിയ ആളാരാണ്, ആ കവിതയിൽ ഇന്ന രംഗത്തിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഒറ്റ ഉത്തരവുള്ളൂ. ആ ഉത്തരത്തിന് വേറൊന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ ആ ഒരു ഉത്തരം തെറ്റിപ്പോയാൽ കുട്ടിക്ക് ഒരു മാർക്ക് പോയി പോകും. അപ്പോൾ കുട്ടികൾ സൂക്ഷ്മ വായനയും സ്ഥൂല വായനയും ശീലിപ്പിക്കുന്ന തരത്തിൽ ടെക്സ്റ്റ് പുസ്തകങ്ങൾ വായിക്കാൻ. ടെക്സ്റ്റ് പുസ്തകം വായിക്കുന്നതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് മക്കളോടാണ് പറയേണ്ടത്, നിങ്ങളോട് മറ്റു കാര്യമില്ല. 3QSR എന്നൊക്കെ പറയുന്ന ചില സാധനമൊക്കെ ഉണ്ട്. 3RSQ, പിന്നെന്താ പറയുക, 3SRQ അല്ല, 3R റീഡ്, റിവൈസ്, റൈറ്റ്, Q3R എന്നൊക്കെ പറഞ്ഞ ചില സാധനമുണ്ട്. ഞാൻ അത് മക്കൾക്ക് പറയുമ്പോൾ ഞാൻ അങ്ങനെ വിശദമായി പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ SSLCയുടെ പരീക്ഷ എന്താവുന്ന കണ്ട് നന്നായിട്ട് പഠിച്ചെഴുതിയാൽ മാത്രമേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടൂ. അപ്പോൾ 2 രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ എഴുത്ത് പഠിപ്പിക്കുക, ചോദ്യം കൊടുക്കുക, എഴുതി പഠിപ്പിക്കുക. ചോദ്യം കൊടുക്കുക. ഞാൻ കുട്ടികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്നുണ്ട്. A+ കിട്ടാൻ ഒരു തന്ത്രം: വായിക്കുക, ഓർത്തുവെക്കുക, എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും വായിക്കുക, ഓർത്തുവെക്കുക, എഴുതി വെക്കുക. ശരി പ്രിയപ്പെട്ടവരെ, ഈ പരീക്ഷാ പാറ്റേൺ വർദ്ധിച്ച കൈവഴിച്ചാൽ അവതരിപ്പിക്കുന്നു. CBSE ആപ്ലിക്കേഷൻ യുക്തിവാദികളാണ്. അതുകൊണ്ടുള്ള മനപ്പാഠം കുറയ്ക്കലാണ് അതിൻ്റെ ലക്ഷ്യം. പിന്നെ പ്രിയപ്പെട്ടവരെ, വസ്തുനിഷ്ഠമായ ചോദ്യങ്ങൾ വരും, ആത്മനിഷ്ഠമായ ചോദ്യങ്ങൾ ഉണ്ടാവും, മൂല്യനിർണ്ണയ പ്രവണതകൾ ഉണ്ടാവും. അവിടെയൊക്കെ തന്നെ കുട്ടികൾ പഠിച്ച സാധനങ്ങൾ വെച്ച് ചോദിക്കും, പഠിച്ചതിൻ്റെ ആപ്ലിക്കേഷൻ ചോദിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ +1 ക്ലാസ്സിലാണ് ചോദിക്കുന്നതെങ്കിൽ ഹസൻ എന്ന് പറയുന്ന ഒരു സറാങ്ങിൻ്റെ ജീവിതം പഠിപ്പിക്കുമ്പോൾ പിന്നെ ആ പാഠം കുട്ടികൾ പഠിച്ച, പണ്ട് നമ്മൾ കാണാപ്പാഠം പഠിച്ചമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ചോദ്യം എന്താണെങ്കിൽ, ഹസൻ എന്ന സ്രാങ്കിനെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നതിനുള്ള ഒരു കത്ത് തയ്യാറാക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവലായി. മനസ്സിലായല്ലോ? ഇങ്ങനെ ചോദ്യങ്ങളുണ്ട്, അത് കുട്ടിയോട് പറയണം. ശരി, ഇതിനുള്ള കുട്ടികൾക്കുള്ള പ്രശ്നം എന്താ? ഒരു ഭാഗത്ത് അമ്മേൻ്റെ വകയിൽ, മറുഭാഗത്ത് അച്ഛൻ്റെ വകയിൽ, ക്ലാസ് ടീച്ചറുടെ വകയിൽ, പോരാത്തിന് SRG കൺവീനർ എന്ന് പറയുന്ന ഒരാളുടെ സ്കൂളിൽ അയാളിങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും, എല്ലാ മാർക്ക് എന്തായിട്ടുണ്ട്, വരുന്നുണ്ടോ എന്ന് പറയും. ഇതിൻ്റെ ഒരു ബേജാറുണ്ടാവും. പിന്നെന്താ, മറുഭാഗത്ത് ക്ലാസ്സിലെ കുട്ടികളെ തമ്മിലുള്ള മത്സരം. ഓൾക്ക് എപ്പോഴും A+, എനിക്ക് കിട്ടുന്നില്ല. ഒരു ഭാഗത്ത് പകയും കുശുമ്പും. കുട്ടികൾക്ക് അപ്പോൾ ഇതിൻ്റെ നടുവിലാണ് കുട്ടികളുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അമ്മ, അച്ഛൻ, കൂട്ടുകാർ, പിന്നെ അതുപോലത്തെ ട്യൂഷൻ ക്ലാസ്സിലെ മക്കൾ, അല്ലാത്ത പിന്നെ ഈ TV-യിലും അല്ലാത്ത ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഗൃഗൃ ചൊല്ലിക്കൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ക്ലാസ് കൊടുത്തിട്ട് അതിൻ്റെ സമ്മർദ്ദങ്ങളെല്ലാത്തിനും കുട്ടി ഇങ്ങനെ വിധേയമാവുന്നുണ്ട്. ആ സമ്മർദ്ദം കുറയ്ക്കാനുള്ള വഴി എന്താ? എടാ, നിൻ്റെ ജീവിതം നിൻ്റെതാണ്. നിൻ്റെ കഴിവുകൾ ഏതെന്ന് തിരിച്ചറിഞ്ഞ് ആ വിഷയങ്ങളൊക്കെ തന്നെ നല്ല മാർക്ക് വാങ്ങുക. കുറച്ച് കഴിഞ്ഞാൽ +2 എത്തുമ്പോൾ നിനക്ക് എന്ത് ചെയ്യുക? കുറേ വിഷയം ഒഴിവാക്കാം. പിന്നെ ഡിഗ്രിക്ക് എത്തുമ്പോൾ പിന്നെയും കുറേ ഒഴിവാക്കുക. പിന്നെ PG-ക്ക് എത്തുമ്പോൾ അങ്ങനെ ഒഴിവാക്കുക. നിനക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന ആയിരക്കണക്കിന് കോഴ്സുകൾ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുക്കണം. ഒരു സങ്കടവും വേണ്ട. പോയിട്ട് ഞരമ്പ് മുറിക്കുകയും അതുപോലെ തന്നെ ചത്തുകളിയൊന്നും വേണ്ട. നിൻ്റെ A+ കിട്ടിയാൽ ആ ലോകം തിരിയുന്നുള്ള തെറ്റായ ധാരണയാണ്. മോൻ A+ കിട്ടിയാൽ മോന് നല്ലത്. മോൻ എളുപ്പത്തിൽ അടുത്ത കോഴ്സിന് പോകാം. മാത്രമല്ല ഇപ്പോഴത്തെ കാലത്ത് പിന്നെ ഒരു A+ മാത്രം പോരാ, കോമ്പറ്റീറ്റീവ് പരീക്ഷ പിന്നെ എഴുതണം, എൻട്രൻസ് പരീക്ഷകൾ അതിനും തയ്യാറാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടാണ് പ്രിയപ്പെട്ട സമയം. 24 മണിക്കൂറേ ഉള്ളൂ. ഈ 24 മണിക്കൂർ 8 ആക്കി തിരിക്കുക. 8 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂർ പഠനം, 8 മണിക്കൂർ തയ്യാറെടുപ്പ്. ഇതിനിടയ്ക്ക് ഹോബികളൊക്കെ ചെയ്യണം, ഒക്കെ ചെയ്യണം. ഞാൻ പറയണ്ടല്ലോ, സമയ മാനേജ്മെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റിൽ നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാനുള്ള സമയം തരും. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഡിജിറ്റൽ ശ്രദ്ധ തിരിക്കലുകൾ, മൊബൈൽ ഫോണുകൾ കൊടുക്കരുത് എന്നല്ല, കുട്ടികളുമായിട്ട് പരസ്പരം ചർച്ച ചെയ്തിട്ട് സമയം വെക്കണം. വൈകിട്ട് 7 മണി മുതൽ രാത്രി 11 മണി വരെ മൊബൈൽ ഫോൺ ഈ വീട്ടിൽ മോനും ഉമ്മയും ഉപയോഗിക്കൂല, മോനും ബാപ്പയും ഉപയോഗിക്കൂല എന്നുള്ളതിൽ അക്കാച്ച കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പാപ്പയ്ക്കും ഉമ്മയ്ക്കും പരീക്ഷയൊന്നും ഇല്ലല്ലോ, മോനല്ലേ പരീക്ഷ എഴുതാനുള്ളതെന്ന് കുട്ടീനെ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഒഴിവ് സമയങ്ങളിൽ സമയം കൊടുക്കുക. ആ സമയത്ത് മൊബൈൽ ഫോൺ വാങ്ങി വെക്കണം, നിർബന്ധമായിട്ട് ഈ സീസൺ. ഒരു സംശയവും വേണ്ട, അതല്ലെങ്കിൽ മൊബൈൽ കൊണ്ടു. പ്രിയപ്പെട്ടവരെ, പരീക്ഷ വരാൻ പോവാണ്.
മാർച്ച് 5 മുതൽക്കാണ്. ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ IMEയുടെയും അതുപോലെ തന്നെ മഷൂർ സാറൊക്കെ തന്നെ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരും. അതുമായി ബന്ധപ്പെട്ട നോട്ടുകൾ, തയ്യാറെടുപ്പുകളൊക്കെ തന്നെ അവർ തരും. സ്കൂളിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതുപോലെ തന്നെ സബ്ജക്റ്റ് എടുക്കുന്ന ആൾക്കാർ, കുട്ടികൾ, അതൊക്കെ തന്നെ അറിയുക. MCQകളുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. മാർക്ക് കിട്ടോണ്ടതിന് മാത്രം കിട്ടേണ്ടതാണ് MCQ. മാർക്ക് തെറ്റും ശരി ഇടാൻ പറ്റൂല, ശരിക്ക് മാത്രമേ ശരി ഇടാൻ പറ്റൂ, തെറ്റിന് ശരിയിട്ട് കൊടുത്ത് മാർക്ക് കൊടുക്കാൻ പറ്റൂല. അതാണ് ആ കാര്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുട്ടികൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാരാണ്. നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന ആൾക്കാരായിരിക്കും, ഓടുന്ന ആൾക്കാരായിരിക്കും, ചാടുന്ന ആൾക്കാരായിരിക്കും, പാടുന്ന ആൾക്കാരായിരിക്കും, റീൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ഭക്ഷണം വെക്കുന്ന ആൾക്കാരായിരിക്കും, നല്ല എന്താ പറയുക ടൂറിസം പറയുന്ന ആളായിരിക്കും, ഇന്റർവ്യൂ ചെയ്യുന്ന ആളായിരിക്കും. ആ കഴിവുകൾ നിങ്ങളുടെ കുട്ടികൾക്ക് തിരിച്ചറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജോലികളുണ്ട്. നിങ്ങൾ വിശദമായിട്ട് പിന്നീട് പറയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ ശാരീരികമായി, കായികമായി ഏറ്റവും മിടുക്കന്മാരാക്കണം. 2, അവരെ ബുദ്ധിപരമായി ഏറ്റവും ജാഗ്രതയുള്ളവരാക്കണം. അതുപോലെ തന്നെ അവരെ മാനസികമായി ഏറ്റവും ഇൻസ്പയർഡ് ആക്കണം. അവരെ ആത്മീയമായി ഉണർച്ചയുള്ളവരാക്കണം. ഇമോഷണലി ബാലൻസ്ഡ് ആക്കണം. സദാചാരപരമായി സ്ട്രോങ് ആക്കണം. സാമൂഹ്യപരമായി എന്താക്കണം? പ്രസക്തിയുള്ളവരാക്കണം. ഇതിനാവട്ടെ നമ്മുടെ ഈ ക്ലാസ്സും വിദ്യാഭ്യാസവും ഈ കാര്യങ്ങളൊക്കെ തന്നെ 21ാം നൂറ്റാണ്ടിലെ സ്കില്ലുകൾ എന്ന് പറയുന്ന ഈ സ്കില്ലുകൾ കൂടി നമ്മുടെ കുട്ടികൾ കൂട്ടം കൂടി ക്ലബ്ബുകളിൽ ചേർന്ന് NSS, LSS, USS, സ്കൗട്ട്, ഗൈഡ്സ്, ഫിലിം ക്ലബ്ബ്, നാച്ചുറൽ ക്ലബ്ബ്, ഇതിലൊക്കെ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ കുട്ടികൾ ഈ കഴിവുകളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ കുട്ടികൾ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വാച്ചിൽ സമയം 8:50, 10 മിനിറ്റ് ചോദ്യോത്തരത്തിനുള്ള വേളയാണ്. എൻ്റെ നമ്പർ നിങ്ങൾക്ക് കുറിച്ച് വെക്കാം. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. വിളിക്കുമ്പോൾ ഇന്ന ക്ലാസ്സിൽ നിന്നാണെന്ന് പറയണം. സാറ് തിരക്കിലാണോ, സംസാരിക്കാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൂടുതൽ ഇഷ്ടമാവും. അതിനുശേഷം ഞാൻ സമയം തന്നിട്ട് എന്തെങ്കിലും കാര്യം ചോദിക്കണമെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാം. ഇനി മൈക്ക് നിങ്ങൾക്കാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഇത് പാരൻസിനുള്ള സമയമാണ്. നിങ്ങൾക്ക് ഇസ്മായിൽ സാറോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. എന്തെങ്കിലും വ്യക്തമായ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഈ സമയം വിനിയോഗപ്പെടുത്താം. ഒരു 20 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. യെസ്, 20 മിനിറ്റ്സ് അല്ല, അവർക്ക് ആവശ്യമുള്ള സമയം വരെ ഞാൻ ഇരിക്കാൻ തയ്യാറാണ്. കാരണം ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുക. മഷൂദ് സാറൊക്കെ പറഞ്ഞപ്പോൾ. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഒന്നുണ്ടല്ലോ സാറേ? ചാറ്റ് ബോക്സിൽ ചാറ്റ് ബോക്സ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതാവേ. നിങ്ങൾ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ എഴുതണം. എന്നാൽ പിന്നെ